ഇങ്ങനെ ഇരിക്കട്ടെ അല്ലേ, ഒരു വെറൈറ്റിക്ക്. എന്തേലും ചെയ്. അതെന്താ മേഡം അങ്ങനെ പറയുന്നത്? കുറെ നേരം ആയി. ശരി, ഓക്കെ. അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. നമ്മളെ കൂടെ ഇന്നൊരു പ്രത്യേകം ക്ഷണിക്കപ്പെട്ട ഒരു അതിഥിയുണ്ട്. ആ അതിഥിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് നേരിട്ട് അറിയുന്ന എന്ന് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ ഞങ്ങൾ ഒരേ സ്ഥലത്ത് പഠിച്ച ഒരു പരിചയം കൂടിയുണ്ട്. എന്തായാലും പിന്നീടാണ് അറിയുന്നത് ആള് നമ്മൾ വിചാരിച്ച പോലെ അല്ലായിരുന്നു എന്നുള്ളത്. അതിപ്പോഴാണ് അറിയുന്നത്. എന്തായാലും അങ്ങനെ അറിയാൻ കഴിഞ്ഞപ്പോൾ ഒരു സന്തോഷം. അപ്പോൾ പിന്നെ കുറച്ച് കൂടുതൽ കാര്യങ്ങൾ ചോദിച്ചറിയാമെന്ന് വിചാരിച്ചു. പ്രത്യേകിച്ച് ഈ റമദാൻ മാസവുമായി ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ ഷെയർ ചെയ്യാനുണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. അപ്പോൾ നമുക്കത് നേരിട്ട് ചോദിച്ചറിയാം. വെൽക്കം പിങ്ക് യൂണിക്കോൺ. പേര് പറയണ്ടല്ലോ? പേര് പറയണ്ട. പേരുണ്ട്. ഓക്കെ. കുറെ ക്ലൂ അപ്പോൾ ഒക്കെ ഇങ്ങോട്ട് കൊടുത്തിട്ടുണ്ട്. ഒന്നും കൊടുത്തിട്ടില്ല. ഞാൻ എവിടെയൊക്കെ പഠിച്ചിട്ടുണ്ട്, എന്തെല്ലാം കോളേജുകളിൽ ഓ, പഠിച്ചിട്ടുണ്ട്. ഓക്കെ ഓക്കെ, ബാംഗ്ലൂർ ശരി. വരെ ഞാൻ പഠിച്ചിട്ടുണ്ട്. പിന്നെയാണ് ആ, അപ്പൊ ബാംഗ്ലൂർ അല്ല എന്നുള്ള ഒരു ക്ലൂ കിട്ടി. ഓക്കെ, ബെസ്റ്റ്. അതെ. ശരി, ഇനി ഞാൻ കൂടുതൽ ക്ലൂ ഒന്നും പറയുന്നില്ല. നീ മിണ്ടി പോരുത്. ഓക്കെ, ഓക്കെ. പറയൂ. സോ താങ്ക്സ് ആരിഫ്, ആൻഡ് ഗ്ലാഡ് ടു ബി ഹിയർ. ഉം, ഉം. കുറച്ച് ഞാൻ എൻ്റെ ബാക്ക്ഗ്രൗണ്ടിനെ പറ്റി പറയാം. ഓക്കെ, എന്നിട്ട് നമുക്ക് സംസാരിക്കാം. ആൻഡ് പ്ലീസ് ഇന്ററപ്റ്റ് മീ ഇഫ് ഷുവർ. നീഡഡ് യാ. വിത്ത് ക്വസ്റ്റ്യൻസ്. ടൈമർ ഞാൻ വേണോ? ടൈമർ വേണോ? ടൈമർ വേണ്ട. ഞാൻ വേണ്ട. ഇംഗ്ലീഷിലേക്ക് കൂടുതൽ പോകുമ്പോൾ ഒന്ന് പറഞ്ഞാൽ മതി. അത് വെറുതെ നാട്ടുകാർ പറഞ്ഞോളും, ഞാൻ പറഞ്ഞില്ല. അല്ല, ഡോണ്ട് നാട്ടുകാർ വറി. ജാടത്തേണ്ടി ഏതായത് എന്നൊക്കെ ചോദിക്കുമല്ലോ. അപ്പം അതിനൊരു അതെ, ഗതി വരുത്തണ്ട. എനിവേ, ശരി. അത് കുറച്ച് അപ്പം തേറി കേൾക്കട്ടെ, കുഴപ്പമില്ല, പറഞ്ഞോളൂ. ഓക്കെ. അപ്പം എന്നെ പറ്റി പറയാനാണെങ്കിൽ ഞാനൊരു പ്രോഗ്രസീവ് ഫാമിലി ബാക്ക്ഗ്രൗണ്ടിൽ നിന്നാണ് വരുന്നത്. അപ്പം എൻ്റെ ഫാദർ പ്രത്യേകിച്ചും അങ്ങനെ ഒരു കാര്യത്തിൽ അങ്ങനെ നിർബന്ധിക്കില്ല. ഉമ്മ നല്ല വിശ്വാസിയായിരുന്നു, ഇപ്പോഴും ആണ്. അപ്പം അങ്ങനെ ഒരു ഫാമിലി ആയിരുന്നു എൻ്റെത്. അപ്പം വേണമെങ്കിൽ വിശ്വസിക്കാം, വേണ്ടെങ്കിൽ വേണ്ട, അങ്ങനെ. അപ്പം ഞാനൊരു ഒരു 916 മോഡറേറ്റ് മുസ്ലിം ആയിരുന്നു. മോഡറേറ്റ് ഇൻ അഴകുഴമ്പൻ. എവറി വേ. ആ അഴകുഴമ്പൻ വിശ്വാസി. ഞാൻ പറഞ്ഞ എക്സ്പ്ലെയിൻ ചെയ്തുതരാം. അപ്പോൾ ഓക്കെ. സാധാരണ വിശ്വാസികൾ എത്ര നോമ്പ് എടുക്കും? എത്ര നോമ്പ് എടുക്കും? 30 അവർ നോമ്പ് എടുക്കും. 30 നോമ്പെടുക്കും. ആ, അപ്പം മോഡറേറ്റ് മുസ്ലിമായ ഞാൻ ഒരു 15 നോമ്പ് എടുക്കും. ഓ, അങ്ങനെ. മനസ്സിലായില്ലേ? ശരി. അപ്പൊ 15 നോമ്പ് എടുക്കുന്നു നമ്മൾ വീട്ടിൽ പറയും. ഒരു 8-10 നോമ്പൊക്കെ എടുക്കും. ബാക്കി 5 നമ്മൾ കള്ള നോമ്പ് പിടിക്കും, അങ്ങനെയൊക്കെ. ശരി. അപ്പം എങ്ങനെയാണ് ഈ കള്ള നോമ്പ് എടുക്കണമെന്ന് കൂടി പറയണം കേട്ടോ. കള്ളനോമ്പെന്ന് ടെക്നിക്സ്. വെച്ചാല് അത് പറയാം. കള്ളനോമ്പെന്ന് വെച്ചാൽ നമ്മള് വെള്ളം കുടിച്ചോണ്ടിരിക്കും കിട്ടുന്ന ചാൻസിനൊക്കെ. ആ. പിന്നെ സ്നാക്സ് ഒക്കെ ഹൈഡ് ചെയ്ത് വെക്കുക. ഉം. പിന്നെ എനിക്ക് അധികം അങ്ങനെ ചെയ്യേണ്ടി വന്നിട്ടില്ല, കാരണം വീട്ടിൽ അറ്റ്ലീസ്റ്റ് ഞാൻ പറഞ്ഞില്ല, എനിക്ക് ആ ഫ്രീഡം ഉണ്ടായിരുന്നു. ഉം, ഉം, പിന്നെ നമ്മള് അത്താഴം ഭയങ്കര ലേറ്റ് ആയിട്ട് കഴിക്കുക, ഉം, ഉം. അങ്ങനെയുള്ള ടിപ്സ് ഒക്കെ. എത്ര മണിക്ക് അത്താഴം കഴിക്കുക അപ്പോൾ? 7 മണിക്കോ? അത് ബാങ്ക് കൊടുക്കുന്നതിന്റെ ഒരു 2 മിനിറ്റ് മുന്നേ. ഓ, അങ്ങനെ. ശരി. പിന്നെ കള്ളനോമ്പ് പിടിക്കുന്ന ദിവസം നമ്മളിപ്പോ സ്കൂളിൽ പോവാണെങ്കിൽ ഉം. ഇറങ്ങുന്നതിന്റെ മുന്നേ. അപ്പം ശരി. പക്ഷേ പ്രശ്നം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് കുറെ കാലം കഴിഞ്ഞപ്പോ പിന്നെ നമ്മൾ ആ നോമ്പില്ല എന്നുള്ള മോഡിൽ തന്നെയായി വീട്ടിലൊക്കെ. ഉം, ഉം, ഉം. പക്ഷേ നമ്മള് ഇഫ്താർ ഇതിനൊക്കെ കൊണ്ടുപോകും. ആരെങ്കിലും വിളിക്കുമ്പം. ഉം. അപ്പൊ എന്താ സംഭവിക്കാന്ന് വെച്ചാല് അവിടെ ഇങ്ങനെ ജഗ്ഗില് വെള്ളവും അല്ലെങ്കിൽ സുലൈമാനിയൊക്കെ ഉണ്ടാവില്ല. അപ്പൊ നമ്മൾ ഓർക്കുന്നില്ല നമുക്ക് നോമ്പുണ്ടെന്ന്. അപ്പൊ നമ്മള് ശരി. നേരെ പോയി വെള്ളം ഗ്ലാസ്സിൽ ഒഴിച്ച് കുടിക്കാൻ നോക്കും. മറന്നു പോകും. ഉം, ഉം, അപ്പൊ ഉം. നമ്മളെ ഉമ്മ നമ്മളെ നോക്കും. മറ്റേ നാടോടിക്കാട്ടില് തിലകൻ നോക്കൂലേ, പ്രഭാകരാ. ഓക്കെ. അല്ല, ഇങ്ങനെ അപ്പോൾ ഇങ്ങനെ ഇങ്ങനെ മറന്നിട്ട് വല്ല ബിരിയാണിയൊക്കെ കഴിച്ചു പോയിട്ടുണ്ടോ? ഇല്ല, അത്രയില്ല, വെള്ളം കുടിച്ചു പോയിട്ടുണ്ട്. ആ. അപ്പം പിന്നെ എന്തൊക്കെയോ പറഞ്ഞ് ജസ്റ്റ് അഡ്ജസ്റ്റ് ചെയ്ത്. ഓക്കെ. ഓക്കെ. അപ്പം ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്, എനിക്ക് വീട്ടിൽ ആവോളം ഉണ്ടായിരുന്നു. ഉം, പക്ഷേ അത് വീട്ടിൽ മാത്രമേ ഉള്ളൂ ചോയ്സ് എന്ന് പറയുന്നത്. ഉം, പുറത്തേക്ക് നമ്മൾ കടന്നു കഴിയുമ്പം ആ ചോയ്സ് ഇല്ല ശരിക്കും. ഉം. അപ്പം അതാണ് ഈ മതത്തിന്റെ പ്രശ്നം. അതാണ് നിങ്ങളെ പോലെയുള്ളവരൊക്കെ ക്രിട്ടിസൈസ് ചെയ്യുന്നത്, അല്ലേ? ഉം. ഇപ്പം അതെ. ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ, ദേ തിങ്ക് ലൈക്ക്, ഓക്കെ, ദിസ് ഇസ് ദ ഹോളിയസ്റ്റ് മന്ത്
and they want to pray and be spiritual, yeah, whatever floats your boat, right? പക്ഷെ ബാക്കിയുള്ളവരും അതാ ഇമ്പോർട്ടന്റ് മന്ത് ആണ്, അങ്ങനെ തന്നെ ചെയ്യണമെന്ന് നിങ്ങൾ നിഷ്കർഷിക്കുന്നു, എന്നിട്ട് അവരെ നിർബന്ധിക്കുന്നു. അവിടെയാണ് പ്രശ്നം വരുന്നത്, റൈറ്റ്? അപ്പൊ ഞാനിപ്പോഴും അപ്പോഴും ഒരു ഒരു കുട്ടി തന്നെയാണല്ലോ. അപ്പൊ നമുക്ക് നമ്മുടെ ഫ്രണ്ട്സ് തന്നെയാണ് നമ്മളിങ്ങനെ വേർതിരിച്ച് കാണുന്നത്. അപ്പൊ ആ ഒരു ഗ്രോയിങ് അപ്പ് പീരീഡിൽ നമുക്ക് ആ സെൻസ് ഓഫ് കമ്മ്യൂണിറ്റി, ഫ്രണ്ട്ഷിപ്പ് ഒക്കെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ നോമ്പ് ഇല്ലെങ്കിലും നമ്മൾ വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിച്ചിട്ടാണ് വരുന്നെങ്കിലും സ്കൂളിൽ പോയാൽ നമ്മൾ നോമ്പുണ്ടെന്നേ പറയുള്ളൂ, ഇത് പേടിച്ചിട്ട് പേടിച്ചിട്ട്. ആ പിയർ അതെ, ഗ്രൂപ്പ് ഇഷ്യൂ. പിയർ പ്രഷർ. അത് പലതരത്തില് അവർ എൻഫോഴ്സ് ചെയ്യാൻ നോക്കും, പല ടാക്ടിക്സും ഉണ്ട്. ഈ ചെറിയ പ്രായത്തിലും ഈ കുട്ടികൾ അങ്ങനെ പ്രസ് ചെയ്യോ? ചെറിയ പ്രായത്തില് ടീനേജ് ഒക്കെ ആവുമ്പോ, നമ്മളൊരു 7th 8th ആവുമ്പോ അതെ, ആ പ്രായത്തിലും അത് പ്രസ് ചെയ്യുന്നുണ്ടെന്നാണ് പറയുന്നത്. നമ്മൾ നോക്കും നമ്മളെന്താണ് നോൺ മുസ്ലിംസിന്റെ കൂടെ ഇരുന്ന് കഴിക്കുന്നത്. അത് ഞാൻ പറയുന്നത് പല ടാക്ടിക്സും ഉണ്ട്. ഒന്നെന്ന് പറഞ്ഞാൽ അതിങ്ങനെ പബ്ലിക്കായിട്ട് ചോദിക്കും, എന്താ നോമ്പെടുത്തില്ലേ, അങ്ങനെ ചോദിക്കും. ഒരു കുത്തുന്ന ചോദ്യം. നമ്മൾ കഴിക്കണത് കാണുന്നുണ്ട്, അപ്പൊ ഓബ്വിയസ് ആണ്, അത് ചോദിക്കേണ്ട ആവശ്യമില്ലല്ലോ. പിന്നെ കുറച്ചും കൂടി വലുതാവുമ്പം കുറച്ചുകൂടി പാസീവ് അഗ്രസീവ് ബിഹേവിയേഴ്സ് ഒക്കെ. അതായത് ഇപ്പം നമ്മൾ അപ്പോഴും നമ്മൾ വിശ്വാസിയാണെന്ന് ഓർക്കണം. നമ്മൾ നോമ്പ് അങ്ങനെ പിടിക്കുന്നില്ല, പക്ഷെ എന്നാലും നമ്മൾ വിശ്വാസി തന്നെയാണ്. പക്ഷെ നമ്മൾ ഇപ്പൊ ഒരു 3 ആൾ ഇരിക്കുന്നുണ്ടെങ്കിൽ നമ്മളോട് മാത്രം സലാം പറയില്ല, അങ്ങനെയൊക്കെ. അറിഞ്ഞിട്ട് മനഃപൂർവ്വം പറയില്ല. എന്തോ ഇവള് എന്താണ് ഇതിന് അവളോട് പറയേണ്ട ആവശ്യമില്ല, അവള് 30 മുസ്ലിം ആണെന്നുള്ളൊരു ലെവല്. മുസ്ലിം ആണെന്നുള്ള തന്നെ. അപ്പം അത് നമ്മൾ നോൺ മുസ്ലിംസിനെക്കാട്ടും കുറച്ച് താഴെ. നോൺ മുസ്ലിംസ് ഭക്ഷണം കഴിക്കണമെങ്കിൽ കുഴപ്പമില്ല, നമ്മൾ മുസ്ലിം ആയ ഞാൻ ഈ 30 നോമ്പും എടുക്കുന്നില്ല. എന്താണ് അത്? അങ്ങനെ ഒരു മനസ്സിലായില്ലേ? ഒരു ഹോളിയർ ദാൻ ദൗ, ഒരു എന്താ ഒരു സ്പിരിച്വൽ ആരോഗ്യൻസ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഒരു പുച്ഛം, പുച്ഛം, ഒരു ആത്മീയമായ എന്തോ ഒരു അഹങ്കാരം, ആത്മീയ പുച്ഛം, അൽപുച്ഛം. അപ്പൊ ഇവിടെ എനിക്ക് ആക്ച്വലി ആരിഫിനോട് ചോദിക്കാണ്ട്, ഇങ്ങനെ ആരിഫ് ഈ ഒരു ഇതിന്റെ ഒരു പ്രതിനിധി, ഞാൻ എക്സ് പ്രതിനിധി എന്ന നിലയിൽ ഇങ്ങനെ ചെയ്തിട്ടുണ്ടോ? വേറെ ആളുകൾ മുസ്ലിംസ് ആയിട്ടുള്ളവര് കുറച്ച് അഴകുഴമ്പനാവുമ്പോ നിങ്ങൾ അവരെ ഏതെങ്കിലും രീതിയിൽ കോഴ്സ് ചെയ്യാൻ നോക്കിയിട്ടുണ്ടോ? ഞാൻ എൻ്റെ വീട്ടിലേ അത് ചെയ്തിട്ടുള്ളൂ, പുറത്ത് ഞാൻ അത് അധികം ചെയ്തിട്ടില്ല. എന്നാൽ പുറത്ത് ചെയ്യുന്ന എൻ്റെ സുഹൃത്തുക്കളുണ്ട്, അവരത് ചെയ്യുന്ന കണ്ടിട്ട് ഞാനിങ്ങനെ എനിക്കും അങ്ങനെയൊക്കെ ചെയ്യാൻ കഴിഞ്ഞിരുന്നെങ്കിലെന്ന് ഞാനിങ്ങനെ സ്വപ്നം കണ്ട് നടന്നിട്ടുണ്ട്. കാരണം അവരൊക്കെ ഭയങ്കര ധൈര്യത്തിൽ അത് ചെയ്യുമായിരുന്നു, ഞാനത് ധൈര്യത്തിൽ ചെയ്തിട്ടില്ല, ഉള്ള കാര്യം പറയാമല്ലോ. എൻ്റെ ഒരു കൂട്ടുകാരനുണ്ടായിരുന്നു, അവന് വലിയ ചിത്രം വരക്കാരനൊക്കെ ആയിരുന്നു. പിന്നെ 10ാം ക്ലാസ്സൊക്കെ കഴിഞ്ഞപ്പോഴേക്കും അവൻ പിന്നെ ചിത്രം വരയൊക്കെ നിർത്തുന്നു, അവൻ മുക്കാപ്പാൻറ്റി കയറുന്നു, താടിയും വെക്കുന്നു. ഇപ്പോൾ ആൾ വേറൊരു സ്ഥലത്ത് അവിടെ അടയിരിക്കുകയാണ്. ആ പയ്യൻ ഞങ്ങൾ ക്ലാസ്സിൽ ഉണ്ടാകുന്ന സമയത്ത് ഇൻ്റർവെൽ ടൈമിലൊക്കെ പുറത്തിറങ്ങിയിട്ട്, ഞങ്ങളൊക്കെ ഇൻ്റർവെൽ ടൈമിൽ പുറത്തിറങ്ങി വല്ല ബിസ്ക്കറ്റും ചായയും കഴിക്കാൻ വേണ്ടി പോകുമ്പോൾ ഇവൻ ചെയ്യാതാവുകയാണ്. ഈ രാവിലത്തെ ഇൻ്റർവെല്ലിനൊക്കെ കറങ്ങി നടന്നിട്ട് കാക്കമാരായിട്ടുള്ള കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവരുടെ കയ്യിൽ ചരടുണ്ടെങ്കിൽ അത് പൊട്ടിച്ചളയുക, പിന്നെ അരയിൽ ചരടുണ്ടെങ്കിൽ അത് പൊട്ടിച്ചളയുക, ഇങ്ങനെ ചെയ്തിട്ട് ഇതൊക്കെ ബിദ്അത്താണെന്നൊക്കെ പറയും. ഈ പയ്യൻ എനിക്ക് ബുക്ക് തന്നിട്ടുണ്ട്. ഈ ബിദ്അത്ത് എന്ന് പറഞ്ഞിട്ട് എനിക്ക് ആദ്യം ഈ സാധനം തരുന്ന ആളാണ്. അതിപ്പോഴും എൻ്റെ കയ്യിലുണ്ട് ആ പുസ്തകം. ഓക്കെ. പിന്നെ ഞാൻ ഒരു കാര്യം പറയാം, എല്ലാവരും അങ്ങനെയാണെന്ന് ഞാനും പറയുന്നില്ല കേട്ടോ. ഞാനൊക്കെ പഠിച്ചുകൊണ്ടിരുന്ന കാലത്ത് അധികം ഇല്ലെങ്കിലും അതുകൊണ്ടാണല്ലോ നമ്മള് കള്ളത്തരം പറയേണ്ടി വരുന്നത്. ആരും ഉണ്ടായിരുന്നില്ലെങ്കിൽ നമ്മുടെ പ്രശ്നമില്ല. അതെ, 10 ആളായാലും ഇനിയിപ്പോൾ അത് മെജോറിറ്റി ആണോ മൈനോറിറ്റി ആയാൽ പോലും അത് പ്രശ്നം ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അത് പ്രശ്നമാണ്. അത് എണ്ണം കുറവാണല്ലോ എന്നുള്ളതല്ലല്ലോ. കറക്റ്റ്. അപ്പൊ പിന്നെ നമുക്ക് വരുന്നത് ഒരു ഗിൽറ്റ് ട്രിപ്പാണ്, അതായത് ഒരു ഭയങ്കര കുറ്റബോധം. അപ്പം മനസ്സിലാക്കേണ്ടത്, ഞാൻ ആ സമയത്തും നമുക്ക് പടച്ചോനില് വിശ്വാസമുണ്ട്. ആരിഫിന്റെ ജേർണി പോലെയല്ല എൻ്റെ ജേർണി ഈ ഒരു ഏത്തീസത്തിലേക്കുള്ള. അതായത് ഞാൻ കുറെ കാലം പടച്ചോന് ശരിക്കും ഉണ്ട്, ആളുകൾ ഈ ആചാരങ്ങളെ മിസ്ഇന്റർപ്രറ്റ് ചെയ്യാണ്, അങ്ങനെയുള്ള ഒരു രീതിയിലായിരുന്നു. മനസ്സിലായില്ലേ? അതായത് 5 നേരം നിസ്കരിക്കേണ്ട ആവശ്യമില്ല, അങ്ങനെ ഒരു ചേകന്നൂർ ആരാന്നൊന്നും എനിക്ക് ഒപ്പാറുണ്ടായിരുന്നില്ല. പക്ഷെ ആ ഒരു ആചാരങ്ങളിലൊന്നും വലിയ കാര്യമൊന്നുമില്ല. പക്ഷെ പഠിച്ചോൻ നന്മയുള്ളവനാണ്, ബെനവലന്റ്, അങ്ങനെയൊക്കെ. അപ്പൊ ആ സമയത്ത് നമ്മള് എല്ലാ നോമ്പും പിടിക്കുന്നില്ല, ഞാൻ ചെയ്യുന്നത് ശരിയാണോ, ഇനി എനിക്ക് തെറ്റിയതാണോ, ഇനി ഇത് ശരിക്കും പഠിച്ചോൻ ഉദ്ദേശിച്ചിട്ടുണ്ടോ എല്ലാ നോമ്പും പിടിക്കാൻ, എല്ലാ നിസ്കാരം. അപ്പൊ ആ ഒരു കുറ്റബോധം ഉണ്ട്. പിന്നെ അതിന്റെ കൂടെ തന്നെ നമ്മള്
എന്താണ് വേണ്ടപ്പെട്ടവരോട് കള്ളം പറയാണ്. അതിപ്പം വീട്ടിലാണെങ്കിലും ചില നോമ്പൊക്കെ ഞാൻ വീട്ടിൽ കള്ളം പറയും. പിന്നെ പുറത്തു നമ്മളിപ്പോ ഫാമിലി ആണെങ്കിലും അവരോട് കള്ളം പറഞ്ഞിട്ടാണല്ലോ നമ്മൾ ഇഫ്താർ അവരെ കൂടെ കഴിക്കുന്നത്. പിന്നെ ഫ്രണ്ട്സ് അപ്പം അത് ഭയങ്കര ഒരു കുറ്റബോധമാണ്. നമ്മൾ രാത്രി കിടക്കുന്നതിന് മുന്നേ ഞാൻ നിസ്കാരമൊക്കെ വിട്ടപ്പോഴും നമ്മളിങ്ങനെ പ്രാർത്ഥിക്കായിരുന്നു. അതായത് ഇങ്ങനെ നെഞ്ച് കൈവച്ചിട്ട് അത് ഞാനിങ്ങനെ തെറ്റ് ചെയ്തു പോയി, എനിക്ക് അങ്ങനെ നമ്മൾ പറയും. പഠിച്ചവനോട് തന്നെയാണ് പറയുന്നത്. എൻ്റെ ഒരു പ്രത്യേക പഠിച്ചവൻ അങ്ങനെ വിചാരിച്ചോ. അപ്പോൾ ഒരു ടീനേജിലൊക്കെ ഇത് നമ്മളെ ഇങ്ങനെ ഭയങ്കരമായിട്ട് എഫക്റ്റ് ചെയ്യും. മനസ്സിലായില്ലേ? അപ്പൊ ഈ ഓക്കെ. ആളുകൾ പറയുന്ന പോലെയല്ലേ, അതായത് ഇത് സ്ട്രിക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യുന്നവർക്ക് ഒരു കോൺഷ്യൻസും ഇല്ല. അങ്ങനെയല്ല, കോൺഷ്യൻസ് എല്ലാവർക്കും ഉണ്ടല്ലോ. അപ്പൊ അത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ആ പിന്നെ വലുതായപ്പോ പിന്നെ നമുക്ക് മനസ്സിലായി ഇതിൽ കാര്യമില്ല. അപ്പൊ ആ കുറ്റബോധം ഓട്ടോമാറ്റിക്കലി പോയി. അപ്പൊ എനിക്ക് അപ്പോൾ ഇപ്പൊ പറയും. അല്ല, അപ്പോൾ ശരിക്കും ഈ കുട്ടികളിങ്ങനെ കൂട്ടുകാരിങ്ങനെ പറയുമ്പോൾ അത് നമ്മളെ ബാധിച്ചിരുന്നു. അപ്പോൾ ബാധിച്ചിരുന്നു. ഇത് പഠിച്ചത് വല്ല ഇസ്ലാമിക് സ്കൂൾ അങ്ങനെ വല്ലതും ആയിരുന്നു? കുറച്ചൊരു മെജോറിറ്റി, കുറച്ചു കാലം ഞാനൊരു മെജോറിറ്റി മുസ്ലിംസ് ഉള്ള സ്കൂളിൽ പഠിച്ചിട്ടുണ്ട്. ഞാൻ ശരി. കുറച്ചു കാലം ഒരു ക്രിസ്ത്യൻ സ്കൂളിലും പഠിച്ചിട്ടുണ്ട്. അവിടെ എനിക്ക് ഇത്ര പ്രശ്നം ഉണ്ടായില്ല, കാരണം അവിടെ ഉണ്ടായിട്ടില്ല. മെജോറിറ്റി. ശരി. അപ്പോൾ ഈ ക്രിസ്ത്യൻ സ്കൂളിൽ പഠിച്ച സമയത്ത് ഈ ക്രിസ്ത്യൻ ആരാധനയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളിൽ ക്രിസ്ത്യൻ കുട്ടികൾ ഇതേപോലെ ചെയ്യുന്നത് ശ്രദ്ധയപ്പെട്ടിട്ടുണ്ടോ? എനിക്ക് ക്രിസ്ത്യൻസിലെ നോമ്പുണ്ട് എന്നുള്ളത് തന്നെ ഞാൻ വലുതായപ്പോഴാണ് അറിയുന്നത്. അവർക്കും എന്തോ സംഭവമൊക്കെ ഉണ്ട്. അത് അത് അങ്ങനെ എനിക്ക് തോന്നുന്നു, ഞാൻ ജോലി ചെയ്തുകൊണ്ടിരുന്ന കാലത്ത് എൻ്റെ റൂംമേറ്റ് ഒരു ക്രിസ്ത്യാനിയായിരുന്നു. അപ്പൊ അവൾ ഏതോ ഒരു മാസം എന്തോ നോൺ വെജ് ഒക്കെ കഴിക്കൂല. അപ്പോഴാണോ നിങ്ങൾക്കും ഉണ്ടല്ലേ അങ്ങനെ? അല്ലാതെ ഈ ക്രിസ്ത്യൻ സ്കൂളിൽ പഠിച്ചപ്പോൾ ഒരിക്കലും അത് പെർസീവ് ചെയ്യേണ്ടി ആ ഒരു സാധ്യത ഉണ്ടായിട്ടില്ല. ഇല്ല, അവിടെ ക്രിസ്ത്യൻ എന്താണ് ചാപ്പലൊക്കെ ഉണ്ട്, നമുക്ക് വേണമെങ്കിൽ പോയി പ്രാർത്ഥിക്കാം. പിന്നെ ഞാൻ കുറച്ചു കാലം ക്രിസ്ത്യൻ ചാപ്പലിലൊക്കെ പോയി പ്രാർത്ഥിക്കലൊക്കെ ഉണ്ടായിരുന്നു, ഒരു സ്പിരിച്വൽ ലൈനൊക്കെ പിടിച്ചപ്പം. പക്ഷെ അതല്ലാതെ നിങ്ങൾ ഇത് ചെയ്യണമെന്നോ, ക്രിസ്ത്യൻസിന് കുട്ടികൾക്ക് വേണ്ടി അവർക്ക് കാറ്റക്കിസം എന്നൊക്കെ പറഞ്ഞാൽ സെപ്പറേറ്റ് ക്ലാസ് ഉണ്ടാവും. ആ സമയത്ത് മുസ്ലിംസും ഹിന്ദുസും അവർക്കും ഇങ്ങനെ മോറൽ സയൻസ് എന്ന് പറഞ്ഞിട്ട് നല്ല കഥകള് അങ്ങനെയൊക്കെ. പക്ഷെ ഈ ഗോഡ് എന്നുള്ള കോൺസെപ്റ്റ് ഇത് കൂടി പറയണല്ലോ. ആ സ്കൂളിൽ ഗോഡ് എന്നുള്ള ഒരു കോൺസെപ്റ്റ് ഉണ്ടായിരുന്നു. അതായത് അത് ഏത് ഗോഡാണെന്ന് അവരിങ്ങനെ പറയൊന്നുമില്ല. അപ്പൊ നമുക്ക് നമ്മുടെ ഗോഡ് ഏതാണോ അത് നമുക്ക് അതിനെ അങ്ങനെയുള്ളൂ. ആട്രിബ്യൂട്ട് ചെയ്യാം. അല്ലാതെ എല്ലാവരും യഹോവയിലേക്ക് വരണമെന്നൊന്നും പറയില്ല. ഇല്ല, അങ്ങനത്തെ ഒരു സ്കൂളായിരുന്നില്ല. ഇല്ല. ഞാൻ അതും കൂടി അറിയാൻ വേണ്ടിയിട്ട് ചോദിക്കാം. ഇത് ഇപ്പോൾ സാധാരണ നമ്മുടെ നാട്ടിൽ പല മതവിഭാഗങ്ങൾ നടത്തുന്ന സ്കൂളുകളുണ്ട്. ക്രിസ്ത്യൻ സ്കൂള്, ഹിന്ദു സ്കൂള്, മുസ്ലിം സ്കൂള്, പിന്നെ അങ്ങനെ പല പല സ്കൂളുകളുണ്ടല്ലോ. അപ്പോൾ അതിൽ ഇപ്പോൾ ഈ രണ്ടെണ്ണത്തിൽ പഠിച്ച ഒരു അനുഭവം വെച്ചിട്ട് ഏത് സ്കൂളിലാണ് ഈ മതപരമായിട്ടുള്ള, അത് ദൈവം എന്നുള്ള കൺസെപ്റ്റ് അല്ല, ഈ അവരുടെ ദൈനംദിന പ്രവൃത്തികളിൽ ഈ മതം കൂടുതൽ മുഴച്ചു നിൽക്കുന്നത് ഏത് സ്കൂളിലായിരുന്നു? അത് തീർച്ചയായിട്ടും മുസ്ലിം സ്കൂളിൽ തന്നെയായിരുന്നു. അത് പല ഏരിയാസിലും. ഇപ്പം നമുക്കവിടെ അവിടെ ഹോസ്റ്റലും ഉണ്ടായിരുന്നു. ഞാൻ ഹോസ്റ്റലിലായിരുന്നില്ല, പക്ഷെ അവിടെ മെസ്സുണ്ട്. അപ്പോൾ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല് അവിടെ മെസ്സിൽ കഴിക്കാൻ പോണെങ്കിൽ ആൺകുട്ടികൾ വേറെ പോകണം, പെൺകുട്ടികൾ വേറെ. സെഗ്രിഗേഷൻ. സെഗ്രിഗേഷൻ. പിന്നെ മൊത്തത്തിൽ അതൊരു മിക്സ്ഡ് സ്കൂളായിരുന്നു. പക്ഷെ അങ്ങനെ മിങ്കിൾ ചെയ്യുന്നതൊക്കെ വളരെയധികം ഡിസ്കറേജ്ഡ് ആയിരുന്നു. ശരി. ആ പിന്നെ ഇതുപോലുള്ള എനിക്ക് ടീച്ചേഴ്സിന്റെ ഭാഗത്തുനിന്ന് എനിക്ക് അങ്ങനെ ഒരു എക്സ്പീരിയൻസും ഉണ്ടായിട്ടില്ല. അവരൊരിക്കലും അങ്ങനെ മതം പറയോ അങ്ങനെ ഒന്നുമില്ല. ഒരുപാട് നോൺ മുസ്ലിംസും അവിടെ ഉണ്ടായിരുന്നു. പക്ഷെ കുട്ടികളിൽ പലരും അങ്ങനെ ഉണ്ടായിരുന്നു. അവര് ഇങ്ങനെ എന്താ നീ ഇങ്ങനെ വ്യത്യാസമായിട്ട് അങ്ങനെ. അതായത് അത് പക്ഷേ അവിടുത്തെ ടീച്ചർമാരത് ചെയ്തില്ലെങ്കിലും ആ സംവിധാനം ഒരുക്കിയ ആളുകൾ ആ സിസ്റ്റം അവിടെ വെച്ചുകൊണ്ടല്ലേ കുട്ടികൾ അതിലൂടെ പോകുന്നതും അതിൽ കൺഫോമിറ്റി ഇല്ലാത്ത ആളുകളെ പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നതും. അത് ശരിയാണ്. അതന്നെ ഫിറ്റ് ഇൻ ചെയ്യാനുള്ള ഒരു പിയർ പ്രഷർ ഉണ്ടാവാണ്. കാരണം നമ്മളെ പോലുള്ള ആരും തന്നെ ഉണ്ടായിരുന്നില്ല നമ്മുടെ ക്ലാസ്സിലാണെങ്കിലും. അപ്പോൾ വയലേഷൻ ഉണ്ടെങ്കിൽ കണ്ടെത്തുന്നത് സിസ്റ്റത്തിന്റെ ഭാഗമായിട്ടുള്ള പോലീസുകാരല്ല, വിതിൻ ദ സിസ്റ്റം ആണ്. അത് കൂടുതൽ ഡേഞ്ചർ അല്ലേ? ഒരു സെൽഫ് കറക്ഷൻ, ഒരു മാഫിയ പോലെ. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഫിറ്റ് ഇൻ ചെയ്ത് ഈ ഒരു, കാരണം നമുക്കൊരു സെൻസ് ഓഫ് അല്ലെങ്കിൽ നമ്മൾ ലോൺലി ആയി പോകും. മനസ്സിലായില്ലേ? നമുക്കൊരു സപ്പോർട്ട് സിസ്റ്റം വേണമല്ലോ. അപ്പൊ നമ്മൾ കുറച്ച് കള്ളൊക്കെ പറഞ്ഞ് അങ്ങനെ ആരെയും വെറുപ്പിക്കാതെ, ഓക്കെ അവർക്കറിയാം ഇവള് അത്ര വിശ്വാസിയല്ല, എന്നാലും ആരെയും നമ്മൾ വെറുപ്പിക്കൂല. അവിടെ മദ്രസ ക്ലാസ് ഒക്കെ ഉണ്ടായിരുന്നു, ഞാൻ അതിലിരിക്കും. അങ്ങനെയൊക്കെ.
ശരി. അപ്പോൾ ഇതിൽ ഇനിയിപ്പോൾ ഈ ഒരു സ്റ്റേജിലൂടെ കടന്നുപോയി ഒരു ടീനേജ് പ്രായം കഴിഞ്ഞ് ഈ വിശ്വാസത്തിലൊരു ഒരു പിന്നീടൊരു മാറ്റം വരുന്നതും പിന്നെ പുറത്ത് കിടക്കുന്നതൊക്കെ എങ്ങനെയാണ്? അതും കൂടി ഒന്ന് ചുരുക്കി പറയൂ. അത് ഇങ്ങനെ പല ഫേസസിലാണ്. പിന്നെ നമ്മൾ ഇങ്ങനെ ഓക്കെ ഈ ഈ ദൈവം തന്നെയാണോ? പിന്നെ ഓക്കെ ഞാനിങ്ങനെ മദ്രസയിൽ പോയിട്ടില്ലെങ്കിലും ഒരു ഉസ്താദ് ഇങ്ങനെ വീട്ടിൽ വന്ന് കുറച്ചു കാലം പഠിപ്പിച്ചിരുന്നു. പിന്നെ ഞാൻ ശരിക്കും മതത്തിന്റെ പുസ്തകം ഇതും കൂടി പറയണല്ലോ. ഞാൻ ഈ മതത്തിലേക്ക് മതം പഠിക്കാൻ തുടങ്ങുന്ന കുറേ ലേറ്റ് ആയിട്ടാണ്. ഉം. അപ്പം നമ്മൾ ഓൾറെഡി അപ്പത്തേക്കും കുറച്ച് പ്രായം കഴിഞ്ഞു. അപ്പൊ നമ്മൾ ഈ അറബി മാത്രം ഇങ്ങനെ പഠിച്ചിട്ട് ആ ഒരു സിസ്റ്റം എനിക്ക് ഡി നോട്ട് മേക്ക് എനി സെൻസ് ടു മീ. അപ്പൊ ഞാൻ വീട്ടിൽ പറഞ്ഞു നമുക്ക് ആദ്യം അറബി പഠിക്കാം. ഫസ്റ്റ് പ്രിൻസിപ്പിൾസ് നമ്മൾ അങ്ങനെയാണല്ലോ ഒരു സാധനം പഠിക്കുക. ഒരു സാധനം പഠിക്കണം നമ്മൾ ആദ്യം ഇപ്പൊ റിലേറ്റിവിറ്റി തിയറി അല്ലല്ലോ നമ്മൾ പഠിക്കുക. അപ്പൊ നമ്മൾ പറഞ്ഞു ആദ്യം നമ്മൾ അറബി പഠിക്കാം, എന്നിട്ട് നമുക്ക് മതം പഠിക്കാം. അങ്ങനെ ഞാൻ കുറെ കാലം ഇങ്ങനെ അലിഫ് ബാ താ അതൊക്കെ പഠിക്കാൻ പോയി. പക്ഷെ അതൊന്നും എവിടെ എത്തിയില്ല. പിന്നെ ലാസ്റ്റ് നമ്മള് കല്യാണപ്രായം മീൻസ് ഒരു 16-17 കല്യാണപ്രായം അല്ല, ബട്ട് യുനോ പ്രെപ്പ് സ്റ്റേജ്, വാട്ട് എവർ യു വാണ്ട് ടു കോൾ ദാറ്റ്. ആ സമയമാകുമ്പോൾ നമ്മളെ വീട്ടിൽ ടെൻഷനാണ്. തീരെ മതം പഠിച്ചിട്ടില്ലെങ്കിൽ ഇവള് ആരും കെട്ടൂലല്ലോ. അങ്ങനെ. അപ്പൊ നമ്മള് മനസ്സിലായി. മനസ്സിലായില്ലേ? അപ്പം പിന്നെ നമുക്ക് ഈ കുറച്ച് ഈ തർജ്ജമ ചെയ്ത ക്രാഷ് കോഴ്സുകൾ, ആളെ കണ്ണിൽ പൊടിയിടാൻ മതം പഠിക്കണം, ഇതിന്റെ ഒരു ദിനചര്യകൾ, അങ്ങനെയുള്ള അതേത് പുസ്തകം. മുജാഹിദാണോ ജമാഅത്താണോ എങ്ങനെയത്? നമ്മളെ അത് എനിക്കറിയില്ല ആരുടെ ബുക്കായിരുന്നു, ഓർമ്മയില്ല കേട്ടോ. ഓർമ്മയില്ല. ഓക്കെ. മലയാളത്തിലായിരുന്നു? മലയാളത്തിൽ ഇങ്ങനെ പ്രത്യേക സന്ദർഭങ്ങളിൽ ചെയ്യേണ്ട കാര്യങ്ങൾ, ജസ്റ്റ് ലൈക്ക് ചീറ്റ് കോഡ് യുനോ ഫോർ സംബഡി നമ്മൾ ജോയിനിങ് ദ റിലിജൻ ലേറ്റ്. ഗൈഡ് വെച്ച് ഈ പരീക്ഷയ്ക്ക് പഠിക്കണ മാതിരി. എക്സാക്ട്ലി. അപ്പം അപ്പത്തേക്കും നമ്മൾ കുറച്ച് പ്രായം ആയല്ലോ, ഒരു എന്താണ് 10-15-16 15 വയസ്സ്. വയസ്സ്. ആ ഒരു പ്ലസ് ഈ ടു. ഓക്കെ, പ്രിപ്പറേഷൻ ഏജ്. ആ ഓക്കെ. അപ്പം അപ്പോൾ നമുക്ക് ഈ മനസ്സിലായി പ്രായത്തിൽ കല്യാണം കഴിപ്പിക്കാനുള്ള ശ്രമം വീട്ടിൽ നിന്നുണ്ടായിരുന്നോ? അല്ല നമ്മളെ പ്രെപ്പ് ചെയ്യാണല്ലോ വീട്ടിൽ നിന്നുണ്ട്? മെന്റലി, റൈറ്റ്? വീട്ടിൽ നിന്ന് അങ്ങനെ പുഷ് ചെയ്യുമായിരുന്നു? പുഷല്ല, നീ ഇങ്ങനെ പോയാല് നിന്നാരും കെട്ടൂല, അങ്ങനെ ഒരു ഓക്കെ. ടോക്ക് ഉണ്ടായിരുന്നു, മനസ്സിലായില്ല? ഓക്കെ ഓക്കെ. അപ്പൊ നമ്മള് പക്ഷേ നമ്മള് വളരെ മൂത്തുപോയി. അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായി. അതാണ് അപ്പൊ അങ്ങനെയാണ് ഞാൻ കുറച്ച് കൺഫ്യൂസ്ഡ് ആയിട്ടാണ് വളർന്നത്. കാരണം ഭയങ്കര ഫ്രീഡം തുടക്കത്തിൽ തന്ന്, പക്ഷെ കല്യാണപ്രായമാകുമ്പോൾ നമ്മൾ ഇതൊക്കെ മാറ്റിയിട്ട് വേറൊരു പോലെ ആവണം, മനസ്സിലായില്ലേ? അപ്പൊ ഈ തർജ്ജമ ചെയ്ത ഈ ഇതൊക്കെ വായിക്കാൻ തുടങ്ങിയപ്പം അപ്പൊ നമുക്ക് മനസ്സിലായി ഇത് ശരിയല്ല. ആ അതിന്റെ ഇടയിൽ തന്നെ നമ്മള് കുറച്ച് ഹിന്ദു അമ്പലങ്ങളിൽ പോവായിരുന്നു. ആക്ച്വലി ആരിഫ് ചില ദിവസങ്ങളിൽ ഞാൻ രാവിലെ സുബൈ നിസ്കരിക്കും, എന്നിട്ട് ഞാൻ ഒരു മാത്സ് ട്യൂഷന് പോകും. അപ്പൊ എന്നിട്ട് അവിടെ ഒരു അമ്പലമുണ്ട്, അവിടെ അമ്പലത്തിൽ പോയിട്ട് ജസ്റ്റ് പ്രാർത്ഥിക്കും. പിന്നെ അത് കഴിഞ്ഞ് നമ്മള് ഈ ക്രിസ്ത്യൻ സ്കൂളിൽ പോകുന്ന സമയത്ത് അവിടെ ചാപ്പലിലും പോകും. അപ്പൊ നമ്മള് ഒരു ഇതുണ്ടല്ലോ, എങ്ങാൻ ബിരിയാണി കൊടുക്കുന്നുണ്ടെങ്കിലോ, അപ്പൊ എനിക്ക് പക്ഷെ ഏത് ബിരിയാണി ആണെങ്കിലും എനിക്ക് കിട്ടുമല്ലോ, അപ്പൊ മൂന്നും ചെയ്യണ്ടല്ലോ. സ്റ്റാറ്റിസ്റ്റിക്സിലാണ് നമ്മളെ കളി. അപ്പൊ അങ്ങനെ ഒരു സ്പിരിച്വൽ പാത്തൊക്കെ പിന്നെ ലാസ്റ്റ് മനസ്സിലായി ഇത് മൂന്നിലും കാര്യമില്ല. അങ്ങനെ പിന്നെ നമ്മള് ഇത് മൊത്തമായിട്ട് വിട്ടു. പക്ഷെ ആരോടും പറയൊന്നുമില്ല, നമ്മളിത് ക്ലോസറ്റഡ് ഏത്തീസ്റ്റ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഓക്കെ. പിന്നെ ആ സ്റ്റേജ് വീട്ടിൽ എങ്ങനെ അറിയുന്ന? അപ്പോൾ അതൊക്കെ അപ്പോഴേക്കും അറിഞ്ഞോ? അതൊക്കെ അവർക്ക് മനസ്സിലായി. അങ്ങനെ ഞാൻ ഒരു കോൺവെർസേഷനൊന്നും നടത്തിയിട്ടൊന്നുമില്ല. ഇല്ല, അവരിങ്ങനെ അവര് മനസ്സിലാക്കുമായിരുന്നു ഇയാളുടെ രീതികളിൽ നിന്ന്. അവരും അങ്ങനെ മനസ്സിലാക്കി. അതുകൊണ്ട് കാര്യം എളുപ്പമായി. വീട്ടിൽ നിന്നുള്ള സപ്പോർട്ട്, പ്രഷർ പിന്നീട്? പിന്നെ ഭാഗ്യത്തിന് ഞാൻ എങ്ങനെയൊക്കെയോ ഒരു കല്യാണം കഴിച്ചതും ഒരു തീരെ വിശ്വാസമില്ല ഒരു ഏത്തിസ്റ്റ് തന്നെയാണ് കല്യാണം കഴിച്ചത്. അപ്പൊ പിന്നെ അവർക്ക് ഇവളുടെ പാടായി എന്തേലും ചെയ്യട്ടെ. പിന്നെ ഞാന് നമ്മള് കേരളം വിട്ടു, പിന്നെ ഇന്ത്യ വിട്ടു. പിന്നെ യുനോ അത് അവരുടെ ഹെഡേക്ക് അല്ലല്ലോ ഇനി. ഓക്കെ. ഇപ്പൊ ഡോക്ടറാണെന്നാണല്ലോ പറഞ്ഞത്. അപ്പോൾ അങ്ങനെ ഒരു പ്രൊഫഷനിലേക്കൊക്കെ എത്താൻ വീട്ടിൽ നിന്ന് സപ്പോർട്ട് ഉണ്ടായിരുന്നു? ഡോക്ടറോ? അങ്ങനെയാണല്ലോ പറഞ്ഞത്. അപ്പോൾ അതിന് സപ്പോർട്ട് ഉണ്ടോന്ന്? ക്ലൂ അധികം കൊടുക്കണ്ട. ശരി. പിന്നെ
എന്തോ പറയാൻ വന്നു മറന്നുപോയി. അങ്ങനെ ആ പ്രൊഫഷനിലേക്ക് വരാൻ അത് വീട്ടിൽ നിന്ന് സപ്പോർട്ട് ഉണ്ടായിരുന്നോ, അതോ കെട്ടിച്ചു വിടണം അല്ലെങ്കിൽ അതിന് ഇല്ലില്ല, അങ്ങനെ ഒരു അങ്ങനെയല്ല കേട്ടോ. പ്രഷർ? എന്റെ എന്റെ മദറും വർക്ക് ചെയ്തിരുന്നു. അപ്പം എപ്പോഴും നല്ലോണം പഠിക്കണം, ജോലി സമ്പാദിക്കണം, അങ്ങനെയൊക്കെ തന്നെയായിരുന്നു കേട്ടോ. ഓക്കെ. അതിനെല്ലാം എല്ലാം ഫുൾ സപ്പോർട്ടായിരുന്നു. ഓക്കെ. അല്ല, പൊതുവേ ഇങ്ങനെ ഈ പഠിച്ചു കഴിഞ്ഞാൽ പെൺകുട്ടികൾ തലതിരിയുന്നു, അല്ലെങ്കിൽ അവർ തൻ്റെടികളാകുന്നു, അവർ പിന്നെ മതത്തിൽ നിന്ന് പോകുന്നു. ഇങ്ങനെയാണല്ലോ ഇപ്പോൾ നമ്മളുടെ ഇപ്പോൾ നബീസുമ്മയുടെ കഥയൊക്കെ കേട്ടല്ലോ, മഞ്ഞ് വാരി എറിയുന്നതും. ഉം. ഇപ്പം അങ്ങനെ ഒരു തിങ്കിങ് ഉണ്ടായിട്ടില്ലേ, ഈ സ്ത്രീ വിരുദ്ധമാണ് ഈ സംഗതി എന്നുള്ളത്? ഉം. അങ്ങനെ ഉണ്ടായിട്ടില്ല. കാരണം മേ ബി എന്റെ ഉമ്മയും നല്ല വീട്ടിലതല്ല. എഡ്യൂക്കേറ്റഡ് ആണ്, ജോലി ഉണ്ടായിരുന്നു. അതുകൊണ്ടായിരിക്കാം. അപ്പൊ എപ്പോഴും നമ്മള്, പിന്നെ ഞാൻ വരുന്നത് ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയിൽ നിന്നാണ്. അപ്പം ആ, എല്ലാവരും, ഫാദർ ആയാലും മദർ ആയാലും, അവര് സ്വന്തമായിട്ട് ജോലി ചെയ്തിട്ടാണ് ആ ഒരു നിലയിലെത്തിയത്. അവരൊക്കെ പാവപ്പെട്ട കുടുംബത്തിൽ നിന്നായിരുന്നു. അപ്പൊ നമ്മൾ എപ്പോഴും ആ ഒരു ഇൻഗ്രൈൻഡ് ആയിരുന്നു. നമുക്ക് വേറെ അങ്ങനെ പൈസയൊന്നും ഇല്ല, പഠിച്ച് എന്തെങ്കിലും സമ്പാദിച്ച് അതന്നെ ഉള്ളൂ. അപ്പം ഫ്രോം ദ വെരി ബിഗിനിങ് അങ്ങനെ തന്നെയായിരുന്നു. ഓക്കെ. അപ്പോൾ അത് വലിയൊരു ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല ആ ഒരു. അപ്പോൾ കുറേയൊക്കെ നോക്കുമ്പോൾ ഒരു, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ മുസ്ലിം ലീഗിൻ്റെ ഒക്കെ ഈ ഫാത്തിമ തഹ്ലിയനെ പോലെയൊക്കെ ഒരു പ്രിവിലേജറായിട്ട് വന്ന് ഹിജാബിനൊക്കെ വാദിച്ച് നടക്കേണ്ട ഒരാളല്ലേ സത്യത്തിൽ? എന്തോ ഞാൻ ആ വഴിയിൽ എത്തിയില്ല, ഭാഗ്യം എന്ന് അറിയാം. അല്ല, അപ്പോൾ ആ ഒരു സംഗതി, അതായത് ഇപ്പോൾ നമ്മളുടെ പിങ്ക് യൂണിക്കോണിന് ഇതേപോലെ ഫാമിലിയിൽ നിന്ന് സപ്പോർട്ട്, സ്വന്തമായിട്ട് ചിന്തിക്കാൻ ഉള്ള അവസരങ്ങൾ, അതിനെ ആ ചിന്ത എടുത്ത് അതിൻ്റെ ഭാഗമായിട്ട് തീരുമാനങ്ങൾ എടുക്കുമ്പോൾ പോലും എതിർപ്പില്ലാതെ വരുന്നു, സ്വന്തമായിട്ട് ജോലിയിലേക്ക് എത്താൻ കഴിയുന്നു. അതൊക്കെ ചെയ്യുമ്പോഴും ഇതേപോലെ വരുന്ന ആളുകൾ പിന്നീട് മുസ്ലിങ്ങളായിട്ട് നിന്നുകൊണ്ട് ഈ ഒപ്രസീവായിട്ടുള്ള സംഗതികളെ അതിൻ്റെ മാർക്കറ്റ് ചെയ്യുന്ന ആളുകളായിട്ട്, തഹ്ലിയെ അതുപോലെയുള്ള ആളുകളായിട്ട് മാറുന്നത് കണ്ടിട്ടുണ്ടാവും. അവരുടെ മാനസികാവസ്ഥ എന്തായിരിക്കും എന്നാണ് മനസ്സിലാവുന്നത്. എന്തുകൊണ്ടായിരിക്കും അവർ ഇത്രയൊക്കെ ഈ പ്രിവിലേജ് തിരിച്ചറിയാൻ സാധിക്കാതെ ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നത് ഉണ്ടാവുക? അങ്ങനെ ആലോചിച്ചിട്ടുണ്ടോ? ആലോചിച്ചിട്ടുണ്ട്. ചിലപ്പോ അവര് രണ്ട് പോസിബിലിറ്റീസ് ആണ്. അവർക്ക് അങ്ങനെ പറയുന്നതിലൂടെ എന്തെങ്കിലും നേട്ടങ്ങൾ ഉണ്ടാവാം. ഇപ്പൊ ഇത് പാർട്ടിയിലോ എന്തെങ്കിലും പൊസിഷൻസ് അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും. അല്ലെങ്കിൽ അവര് ശരിക്കും അങ്ങനെ വിശ്വസിക്കുന്നുണ്ടാവും, അങ്ങനെ പഠിച്ചവനുണ്ട് എന്നുള്ളത്. അതുകൊണ്ടായിരിക്കും. അല്ല, ഇപ്പോൾ തഹ്ലിയ ഒരു കമൻറ്റ് പാസ്സാക്കിയത് ഓർക്കുന്നുണ്ടോ? ഞാനത് സ്പെസിഫിക് ആയിട്ട് ചോദിക്കാം. വിമല എന്ന് പറയുന്ന ഏതൊരു നടി, നിഖില വിമൽ അല്ലേ? പുള്ളിക്കാരി ഒരു സെപ്പറേറ്റ് ഇപ്പം കല്യാണത്തിന് കൊടുത്തുനിന്ന് ആ ഒരു വിഷയം പറഞ്ഞപ്പോൾ ഉടനെ തഹ്ലിയ പറഞ്ഞ, എന്നാലെന്താ ഞങ്ങൾക്കും ബിരിയാണി വിളമ്പുണ്ടല്ലോ എന്നാണ് പറഞ്ഞത്. ഓക്കെ, അതായത് ഇപ്പോൾ താഴ്ന്ന ജാതിക്കാരായിട്ടുള്ള ആളുകൾക്ക് കുഴി കുത്തിയിട്ട് കൊടുക്കുന്നത് കഞ്ഞി തന്നെയാണ്. അപ്പോൾ മുതലാളി കുടിക്കുന്നതും കഞ്ഞിയാണ്, താഴെ കുഴി കുത്തി കൊടുക്കുന്നതും കഞ്ഞിയാണ്. അപ്പോൾ ആ ഒരു ഡിസ്ക്രിമിനേഷൻ മനസ്സിലാകാതെ ഇതിൻ്റെ ഇരകളായിട്ട് നിൽക്കുന്ന ആളുകൾ അതിന് വേണ്ടി വാദിക്കാൻ ന്യായീകരിക്കുന്ന ഒരു അവസ്ഥ. ഇതിനെങ്ങനെയാണ് കാണുന്നത്? അത് ചിക്കൻസ് ഫോർ KFC അത്രേ ഉള്ളൂ. കൂടുതലൊന്നും ഡെക്കറേറ്റ് ചെയ്യാനില്ല. ഈതർ അവർക്ക് ശരിക്കും കാര്യങ്ങൾ അറിയാം, അവരും എക്സ്ക്ലൂസീവ്സ് ആണ്, they have something to gain out of this, so they just they pretending. അങ്ങനെ ആയിരിക്കാം. വിവരക്കേടല്ലാന്നാ പറയുന്നത്, അങ്ങനെ ആയിരിക്കാം. അല്ലെങ്കിൽ അവർക്ക് ശരിക്കും ബ്രെയിൻ വാഷ്ഡ് ആണ്, എന്തോ അങ്ങനെ ഒരു കോഗ്നിറ്റീവ് ഡിസോണൻസ്. ഈ ഒരു മിസോജിനി ഇന്റേണലൈസ്ഡ് ആയി പോയതായിക്കൂടെ? അതാണ് ഞാൻ പറയുന്നത്. അത് ഇന്റേണലൈസ്ഡ് ആയതുകൊണ്ട് അവർക്ക് ഒരു കോഗ്നിറ്റീവ് ഡിസോണൻസ് ആണ്. ഓക്കെ, സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യം വേണം, ജോലിയൊക്കെ ചെയ്യണം, അതൊക്കെയാണ്. പക്ഷെ ജെൻഡർ റോൾസ് കൺഫേം ചെയ്യണം. പിന്നെ ഇതുപോലുള്ള ഡിസ്ക്രിമിനേഷൻസ്, അതൊക്കെ പെണ്ണും ആണും ഡിഫറെന്റ് ആണ്, അതുകൊണ്ടുള്ള ഡിസ്ക്രിമിനേഷൻ. പിന്നെ ഒരു ബെനവലന്റ് സെക്സിസത്തിന് ഏറ്റെടുക്കുക, നമുക്ക് സെപ്പറേറ്റ് ഇരുത്തുന്നത് നമ്മൾ സ്പെഷ്യൽ ആയതുകൊണ്ടാണ്, അങ്ങനെ നമ്മളുടെ സുരക്ഷയ്ക്ക് വേണ്ടിയാണ്, ഇങ്ങനെയൊക്കെയാണ് വരിക. അപ്പോൾ അത് അവർക്ക് വലിയ സംഭവമായിട്ട് തോന്നും. ഓക്കെ. യാത്രയൊക്കെ പോകാറുണ്ടോ ഇങ്ങനെ ഒറ്റയ്ക്ക്, നബി സുമയെ പോലെ മഞ്ഞ് വാരി എറിയാനൊക്കെ? യാത്ര ഒറ്റയ്ക്ക് പോകണമെങ്കിൽ കുറെ പ്ലാൻ ചെയ്യണല്ലോ, അപ്പൊ അത് മടിയാണ്. അല്ലാതെ പോകാൻ പറ്റാത്തതുകൊണ്ടല്ല, അതൊന്നല്ല. പോകാൻ പറ്റും. പിന്നെ എനിക്ക് വേറെ ആളുകളുടെ കൂടെ പോകാനൊക്കെയാണ് ഇഷ്ടം. അത് ഞാൻ അങ്ങനെയാണ്, അത് അത്രേ ഉള്ളൂ. പോകാൻ പറ്റാത്തതുകൊണ്ടാണ്. നബീസുമ അത് തന്നെ പറഞ്ഞേ, കദീസോ ഫാത്തുമ വരൂ മഞ്ഞ് വാരി എറിയുന്നാണല്ലോ പറഞ്ഞത്. അപ്പൊ അവർക്ക് ഒറ്റയ്ക്ക് പോകണ ഇഷ്ടമൊന്നും ഉണ്ടായിരുന്നില്ല, കൂട്ടമായിട്ട് പോകുന്നതിന്. യാത്ര ചെയ്യുന്ന തടസ്സമൊന്നുമില്ല, അങ്ങനെ പോകാനൊക്കെ പറ്റാറുണ്ട് അല്ലേ? ഇപ്പോൾ എനിക്ക് ഒരു തടസ്സവും ഇല്ല. ഓക്കെ,
ആ സോ ഈ പണ്ടും ഞാൻ മീൻസ് ഇതെനിക്കൊരു അഡ്വൈസ് ആയിട്ട് വേണമെങ്കിൽ ടിപ്സ് ആയിട്ട് കൊടുക്കാവുന്നതാണ്. ഇപ്പം പ്രത്യേകിച്ച് പെൺകുട്ടികൾ, നിങ്ങൾ എൻട്രൻസ് ഒക്കെ എഴുതിയിട്ട് നിങ്ങൾ വീട്ടിൻ്റെ അടുത്തുള്ള ഒരു കോളേജ് കിട്ടുന്നുണ്ട്, പക്ഷെ കുറച്ച് അകലെ അല്ലെങ്കിൽ തമിഴ്നാട്ടിലോ പോയി പഠിച്ചാൽ കർണാടകയിലേക്ക് അവിടേക്ക് പോവുക. എന്നിട്ട് ആ ജോലിയും വേറെ എവിടെയെങ്കിലും സ്ഥലം, അപ്പൊ ആ ഒരു ഇൻഡിപെൻഡൻസ് വരുമ്പോൾ തന്നെ നമുക്ക് കുറേ കാര്യങ്ങൾ കൺഫ്യൂഷൻ മാറി കിട്ടും. ഞാനതാണ് വെരി ചെയ്തത്. ഞാൻ പുറത്താണ്, മീൻസ് ഞാൻ കേരളത്തിലല്ല പഠിച്ചത്. അതുപോലെ തന്നെ ജോലിക്കും ഓപ്ഷൻ ഉണ്ടായിരുന്നു, എനിക്ക് വേണമെങ്കിൽ എറണാകുളത്ത് ചെയ്യായിരുന്നു, പക്ഷെ ഞാൻ അവിടെയല്ല ചെയ്തത്. അല്ല, അതൊരു വാലിഡ് ആയിട്ടുള്ള പോയിന്റാണ്. ഞാനും അത് എടുത്ത ഒരു സ്ട്രാറ്റജിയാണ്. അതായത് ഈ വീടിൻ്റെ ഒരു കംഫർട്ട് സോൺ ഉണ്ട്. നമുക്ക് ഒരിക്കലും എന്താ പറയുക, നമ്മളുടെ ചിറകുകൾ ഉപയോഗിച്ച് പറക്കാൻ പറ്റാത്തൊരവസ്ഥ ഉണ്ട് വീടുകളിൽ നിൽക്കുമ്പോൾ. അപ്പോൾ എനിക്കും ഇതേപോലെ എൻട്രൻസ് സംഗതി ഹോമിയോ ആണെന്നുണ്ടെങ്കിൽ ഞാനപ്പോൾ എടുക്കാൻ നോക്കിയത് ഇതേപോലെ പുറത്ത് പോയിട്ട് ദൂരെ വീടിൽ നിന്ന് മാറി നിന്ന് പഠിക്കാൻ പറ്റുന്നൊരു സ്ഥലം തപ്പി. അങ്ങനെ അത് കിട്ടിയപ്പോൾ പിന്നെ ഒന്നും നോക്കിയില്ല, അങ്ങനെയാണ് ഈ സ്ഥലത്തേക്ക് വരുന്നത്. അത് ഭയങ്കര യൂസ്ഫുൾ ആയിരുന്നു, നമ്മുടെ ജീവിതത്തെ മാറ്റി. ഇന്നിപ്പോൾ നമ്മൾ ഇങ്ങനെയൊക്കെ ഇരുന്ന് എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അതിനുള്ള ആ ഒരു ധൈര്യമായിട്ടും എല്ലാ സംഭവം വന്നതൊക്കെ അവിടെ നിന്നാണ് ഉള്ളത് പറയാലോ. ജീവിതം നമ്മൾ പഠിക്കും, പുറത്ത് പോയി നമ്മൾ ഒറ്റയായി സ്വന്തം കാലിൽ നിന്ന്. അതാണായാലും പെണ്ണായാലും എല്ലാവർക്കും ബാധകമാണ്. എല്ലാവരും ട്രൈ ചെയ്യേണ്ട ഒരു സാധനമാണെന്ന് തന്നെയാണ് ഞാനും പറയാം. നിങ്ങൾക്ക് ആ ഒരു സ്റ്റേജ് നിങ്ങൾ ഒന്ന് ഹാച്ച് ഔട്ട് ചെയ്യാൻ നിങ്ങളൊന്ന് മെനക്കെട്ടാൽ 1-2 വർഷം അല്ലെങ്കിൽ 3 വർഷത്തെ കാര്യമുള്ളൂ, പക്ഷേ യു വിൽ ബി എ ഡിഫറെൻറ്റ് പേഴ്സൺ, എ ബെറ്റർ പേഴ്സൺ. അത് ആളുകൾ എടുക്കാവുന്ന ഒരു ടിപ്പാണെന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഞാനൊരു കമന്റ് പ്രെഡിക്റ്റ് ചെയ്യാം, എന്നിട്ട് അതിന്റെ ഉത്തരവും കൊടുക്കാം. അപ്പൊ വരും, ഇവള് മതമൊന്നും പഠിച്ചിട്ടില്ല അതുകൊണ്ട് ഇവളെന്തേലും ഒക്കെ പറയുന്നു. അപ്പൊ എനിക്ക് അതിന് പറയാനുള്ളത്, നമ്മളൊരു സാധനം മോശമാണെന്ന് അറിയണമെങ്കിൽ അത് മുഴുവനും പഠിക്കേണ്ട ആവശ്യമില്ല. ഇപ്പൊ ഞാനൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമുക്കൊരു ചായ ഉണ്ടാക്കണം. നമ്മൾ പാലെടുക്കുന്നു, കുറച്ച് പഴയ പാലാണ്, ഒരു 7-ാം നൂറ്റാണ്ടിലെ പാലാണെന്ന് വിചാരിക്കാം. 6-ാം നൂറ്റാണ്ടിലെ 6-ാം നൂറ്റാണ്ടിലെ പക്ഷെ നല്ല പഴയതാണ്. അപ്പൊ നമുക്കൊരു സംശയം, മണത്ത് നോക്കുമ്പോ ഒരു ചെറിയൊരു വശപ്പശക്, എന്നാലും നമ്മളത് തിളപ്പിച്ച് നോക്കുന്നു, അപ്പൊ തന്നെ പിരിയുന്ന സംഭവം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? അതെടുത്ത് മൊത്തമായിട്ട് കളയോ അല്ലെങ്കിൽ അതിൽ ചായ ഉണ്ടാക്കോ? ഞാനതെടുത്ത് മൊത്തം ദൂരെ കളഞ്ഞു. പക്ഷെ അതിൽ ചായ ഉണ്ടാക്കുന്നവരുണ്ട്. ചായ ഉണ്ടാക്കി കുടിച്ചു നോക്കും, അത് കുടിച്ചു നോക്കുമ്പോൾ ഇത് കൊള്ളൂല, എന്നിട്ട് കളയണവരുണ്ട്, അതും ഓക്കെ. പക്ഷെ ഇത് വെച്ച് ചായ ഉണ്ടാക്കി അത് കുടിച്ച് എന്നിട്ട് ഈ കയ്പുള്ള ചായ, ഇതാണ് ശരിക്കും മധുരം എന്ന് പറഞ്ഞ് അതും പോട്ടെ, നിങ്ങൾ കുടിക്കുന്ന ചായ തെറ്റാണ്, ഇതാണ് ശരിക്കുള്ള ചായ, എന്നിട്ട് നിർബന്ധിക്കുക ഇതന്നെ കുടിക്കാൻ വേണ്ടിട്ട്. അപ്പൊ മതം പഠിച്ചിട്ട് വിമർശിക്കൂ സുഹൃത്തെ. ആ കമന്റോളികളോട് എനിക്ക് അതാണ് പറയാനുള്ളത്. ഓടുന്ന ഒട്ടകങ്ങൾക്ക് ഒരു മുഴം മുൻപേ, അങ്ങനെയാണ്. അതെ, ഓക്കെ, അത് പൊളിച്ചു. അല്ല, അത് നമ്മൾ സാധാരണ പറയുന്നത്, നിങ്ങൾക്ക് മദ്യത്തെക്കുറിച്ച് എതിർത്ത് സംസാരിക്കാൻ നിങ്ങളൊരു വലിയ കുടിയനാവണമെന്നില്ല. അതെന്താന്ന് അറിഞ്ഞാൽ മതി. എന്താ പറയുന്നത്? എനിക്ക് സ്ത്രീകളെ പറ്റി പറഞ്ഞപ്പോഴേ എനിക്ക് ഈ നോമ്പിന്റെ, നമ്മൾ ബാക്ക് ടു ടോപ്പിക് വരികയാണെങ്കിൽ, നോമ്പ് കാലത്തുള്ള സ്ത്രീകളുടെ ഒരു പ്രത്യേക ജൂറി പരാമർശം തന്നെ കൊടുക്കണം. അതായത് അവരുടെ നോമ്പ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഡിഫറെന്റ് ആണ്. അപ്പൊ ആണുങ്ങളൊക്കെ നമ്മൾ അത്താഴം കഴിക്കുന്നു, എണീറ്റിട്ട് എന്തെങ്കിലും ജോലിക്ക് പോകുന്നു, ഓക്കെ, ഫിസിക്കൽ എക്സേർഷൻ ഉള്ള ജോലി ചെയ്യണ അത് ഞാൻ മാറ്റിവെക്കാണ്. ഒരു ഓഫീസ് ജോലി ചെയ്യുന്ന ഒരു പുരുഷനും സ്ത്രീയും തമ്മിൽ വളരെ ഡിഫറെന്റ് ആണ്. ഇപ്പൊ എൻ്റെ ഉമ്മേന്റെ കേസിനെ എടുക്കുകയാണെങ്കിൽ, അവര് അത്താഴത്തിന് എണീക്കുന്നു, കുട്ടികൾക്ക് ഇതൊക്കെ കൊടുക്കുന്നു. ഇപ്പം നോമ്പ് എടുക്കണോ കുട്ടികളുണ്ട്, എടുക്കാതെ കുട്ടികളുണ്ട്, അപ്പം അതിന്റെ ലഞ്ച് ബോക്സ് ഉണ്ടാക്കണം ചെറിയ കുട്ടികളുണ്ടെങ്കിൽ. എന്നിട്ട് ഓടിപ്പിടിച്ച് ബസ്സിൽ തൂങ്ങിക്കേറി ജോലിക്ക് പോകുന്നു, എന്നിട്ട് ജോലിയിൽ ശ്രദ്ധിക്കണം, എന്നിട്ട് വൈകുന്നേരം നോമ്പ് മുറിയണതിന് മുന്നേ തിരിച്ചെത്തണം, എന്നിട്ട് ഈ ഭക്ഷണമൊക്കെ ഉണ്ടാക്കണം. അപ്പൊ വീട്ടിലിരിക്കുന്ന സ്ത്രീകളാണെങ്കിലും അതുപോലെ തന്നെ, അവർക്ക് ചിലപ്പോൾ പ്രായമായിട്ടുള്ള ആളുകളുണ്ട്, അവരെ കെയർ ചെയ്യണം, ചെറിയ കുട്ടികൾ, അവർക്ക് ഭക്ഷണം ഉണ്ടാക്കണം. അവരുടെ they're not getting a break, right? Their life is not stopping, so they got to do everything they do every day plus this additional stuff. എനിക്ക് ആക്ച്വലി ഭയങ്കര ഇഷ്ടമുള്ള ഒരു ആരിഫിന്റെ ഒരു വീഡിയോ ഉണ്ട്. അതായത് കുറച്ച് വർഷം മുന്നേ ഈ റമദാന്റെ ഒരു ഹെൽത്തിന്റെ ഇഷ്യൂസ് ഒക്കെ, അപ്പം എന്നിട്ട് ഒരു പുള്ളിയെ റിയാക്ട് ചെയ്ത് ഒരു ട്രാഡ് വൈഫ് എന്നൊക്കെ പറഞ്ഞിട്ട്, നമ്മളുടെ സുന്നി സോൾജർ,
ആ, അതെ അതെ. സുബൈദ ജ്യൂസ് എടുക്ക് സുബൈദ. ആ, അപ്പൊ അപ്പൊ മൂപ്പര് പറഞ്ഞോണ്ടിരിക്കുന്നത് ഇത് ഇവരുടെ ചോയ്സ് അല്ലേ, അതെ ചോയ്സ് അതെ അല്ലേ. അതെ അപ്പം അവിടെ ജ്യൂസ് അടിച്ചുകൊണ്ടിരിക്കുകയാണ് ഭാര്യ. അതെ. എന്ത് ചോയ്സ് ആണുള്ളത് അവർക്ക്? നോമ്പ് എല്ലാവർക്കും നോമ്പ് തുറക്കണ്ടേ? അപ്പം പുറത്തു പോയി ഭക്ഷണം വാങ്ങിക്കാൻ പറ്റുമോ? അതൊക്കെ പ്രാക്ടിക്കൽ ആണോ എല്ലാ അതെ. ദിവസവും? എന്നിട്ട് ഇതൊക്കെ ചെയ്തിട്ട് എന്താണ് കിട്ടുന്നത്? മേലെ പോയിട്ട് നമ്മള് വല്ല ടൊവിനോ തോമസോ ദുൽഖർ സൽമാനോ ഒക്കെ കിട്ടുന്ന വിചാരിക്കണ. പിന്നെ ഈ സെയിം ഭർത്താവന്നെ. അപ്പൊ നമ്മള് കിങ് ലയറിൽ ദിലീപ് ചോദിച്ച പോലെ യു അഗൈൻ. ശരി. അതാണ് വളരെ കഷ്ടമാണ്. അതൊക്കെ ആലോചിച്ചാൽ തന്നെ ഇതിൽ നിന്ന് വിടണ്ടാണ്. പക്ഷെ അഗൈൻ ഐ ഡോണ്ട് നോ വൈ ദേ സ്റ്റിക്ക് ഓൺ. യാ. കല്യാണം കഴിക്കാത്ത സ്ത്രീകൾക്ക് അപ്പോൾ എന്താ മരിച്ചു എന്ന് കഴിയുമ്പോൾ കിട്ടുക? എനിക്ക് ഈ സ്ത്രീകൾ മരിച്ചെന്ന് കഴിഞ്ഞാൽ അത് മൊത്തം ഒരു ഗ്രേ ഏരിയ ആണ്. എനിക്ക് തോന്നുന്നത് മരിച്ചെന്ന് കഴിഞ്ഞിട്ട് ഈ ഹൂറികളുടെ കാര്യങ്ങൾ നോക്കുക, ഇതൊക്കെ ആയിരിക്കും മിക്കവാറും. കാരണം ക്ലിയർ ആയിട്ട് പറയുന്നില്ലല്ലോ, അതൊക്കെ ആയിരിക്കും. അതാണ് പറയുന്നത്. അല്ല, പിന്നെ ഞാനത് സാന്ദ്ര വേണ്ടി ചോദിച്ചെന്നുള്ളൂ. ഇറാനിൽ അങ്ങനെ മരിക്കുന്ന സ്ത്രീകൾ കല്യാണം കഴിക്കാത്തവരാണെന്നുണ്ടെങ്കിൽ അവർ റേപ്പ് ചെയ്തിട്ടാണ് വിടുക, ഓ, കൊല്ലുക. യാ. ഡാർക്ക്. കാരണം അപ്പോൾ അയാൾ അവിടെ ചെല്ലുമ്പോൾ അയാൾക്ക് മീൻസ് ഇസ്ലാമിൽ കല്യാണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈംഗിക ബന്ധമാണ്, അല്ലാതെ വേറെ ഒന്നുമല്ല. സാന്ദർഭികമായിട്ട് പറഞ്ഞതേ ഉള്ളൂ, ഒരു പോയിന്റ് പറഞ്ഞതേ ഉള്ളൂ. പിന്നെ യെസ്. ആക്ച്വലി ഈ ഹൂറി ടോപ്പിൽ എനിക്ക് കുറെ സംശയമുണ്ട്. പക്ഷെ നമ്മളെ വിഷയത്തിൽ നിന്ന് തെന്നി മാറണ്ടല്ലോ, അത് നമുക്ക് അതുകൊണ്ട് വേറെ അതിലേക്ക് ദിവസം പോകുന്നില്ല. സ്പെസിഫിക് ആയിട്ട് നമുക്ക് പറയാം. എന്തായാലും അയ്യോ വേണ്ട, മേ- പൊന്നോ. മേ- മാഡം വളരെയധികം അനുഭവ സമ്പത്തുള്ള ആളാണെന്ന് മനസ്സിലായി ഈ വിഷയത്തിൽ. ചിന്ത ഏത് അനുഭവം കേട്ടോ. വിഷയത്തിൽ? അല്ല, ചിന്ത അനുഭവം ആ, അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഓക്കെ, ഭാഗ്യം. നാറ്റിക്കരുത്. ഇല്ല ഇല്ല ഇല്ല. അപ്പം ഞാൻ ഇനിയിപ്പോൾ ഇന്ന് നമ്മൾ പ്രിപ്പയർ ചെയ്ത് വന്ന് സംഭാഷണത്തിന് വന്നതിൽ പറയാൻ വിട്ടുപോയിട്ടുള്ള എന്തെങ്കിലും ഉണ്ടോ? ആക്ച്വലി എനിക്ക് ഒരു കാര്യം പറയാം ഞാൻ. നമ്മളിപ്പോ നോമ്പ് 30 ദിവസം നോമ്പ് പിടിക്കുന്നു. അത് ആ ഒരു നോമ്പിന്റെ ആ ഒരു ഇതിലല്ലാതെ നമുക്ക് ഈ ഒരു കാലം ശരിക്ക് അതിന്റെ ആസ്പെക്ട്സ് ശരിക്കും ഈ റിലീജിയനെ മനസ്സിലാക്കാൻ തന്നെ ഉപയോഗിക്കാൻ പറ്റും. ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. അതായത് രണ്ട് കാര്യം പറയാം. ഒന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹിപ്പോക്രസി. ഈ റിലീജിയനിൽ മൊത്തം ഹിപ്പോക്രസിയാണ്. അപ്പം ഈ എന്താണ് ഈ നോമ്പിന്റെ ഈ ഒരു ഇതിലും ഹിപ്പോക്രസിയാണ് എല്ലാ സ്ഥലത്തും. കാരണം ഇങ്ങനത്തെ ആൾക്കാരെ കണ്ടിട്ടുണ്ടോ? റമദാനിൽ മാത്രം ഹിജാബ് ഇടും, അങ്ങനത്തെ ടീംസ് ഉണ്ട്. ബാക്കി സമയത്ത് അവർക്ക് ഹിജാബ് വേണ്ട, ഈ 30 ദിവസം ഹിജാബ് ഇടും. അപ്പം ഞാനിങ്ങനെ ആലോചിക്കും, അപ്പൊ പടച്ചോൻ എന്താ അവിടെ മേലെ പോയിട്ട് ഞാൻ എന്താ പൊട്ടനാ 30 ദിവസം മാത്രമേ അങ്ങനെ. പിന്നെ പിന്നെ ഇത് ഞാൻ പറഞ്ഞാല് കുറച്ച് കൂടി പോകും. പക്ഷെ എനിവേ ഈ ഭയങ്കര സാക്രിഫൈസിന്റെ സംഭവങ്ങളൊക്കെ പറയും. നമ്മള് ഈ പാവപ്പെട്ടവര് ജീവിക്കുന്ന പോലെ ജീവിക്കുക. ബുൾഷിറ്റ്, റൈറ്റ്? നമ്മള് നോമ്പ് തുറക്കുമ്പോൾ ഫുഡ് കോമയാണ് ബേസിക്കലി. എന്തോരം ഫുഡാണ് കഴിക്കുന്നത്. ഇപ്പൊ എന്റെ വീട്ടിൽ തന്നെ നമ്മള് അതായത് പച്ചക്കറിയൊക്കെയാണ് മിക്ക ദിവസങ്ങളും ഉണ്ടായി, എപ്പോഴെങ്കിലും മീനൊക്കെ. വീക്കെൻഡിൽ മാത്രമാണ് നമ്മൾ ഇറച്ചി അങ്ങനെയൊക്കെ പക്ഷെ നോമ്പിന്റെ സമയം നമ്മൾ എല്ലാ ദിവസവും ഇറച്ചി കഴിക്കുന്നു. റൈറ്റ്. അപ്പൊ നമ്മൾ കൂടുതൽ കഴിക്കുകയാണ് ചെയ്യുന്നത്, കൂടുതൽ റിച്ച് ആയിട്ടുള്ള ഫുഡ് കഴിക്കുക. എന്നിട്ട് പറയാണ് സാക്രിഫൈസ് ആണ്, അതാണ്. അത് അപ്പം മാത്രമല്ല, അല്ല ഒരു കാര്യം ജസ്റ്റ് ഒന്ന് പറയണേ. ഇപ്പോൾ നമ്മൾ ഉന്നക്കായ കഴിക്കുന്നു, അല്ലെങ്കിൽ എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആണ് ഉന്നക്കായ, അതാണ് ഞാൻ എപ്പോഴും അത് പറയുന്നത്. അതുപോലെ ഇപ്പോൾ സമൂസ കഴിക്കുന്നു, അല്ലെങ്കിൽ വല്ല കട്ട്ലറ്റ് കഴിക്കുന്നു. നമ്മൾ എത്ര കട്ട്ലറ്റ് കഴിക്കും? ഒരു കട്ട്ലറ്റ്, കൂടിപ്പോയ 2 എണ്ണം. പുറത്തൊക്കെ പോയി വാങ്ങിച്ച് കഴിക്കുകയാണെങ്കിൽ അതല്ലേ ഞാൻ അത്രേ കഴിക്കാറുള്ളൂ. പക്ഷേ ഇതേ ഞാൻ വീട്ടിൽ നോമ്പ് തുറക്കുന്ന സമയത്ത് 5 കട്ട്ലറ്റ് അല്ലെങ്കിൽ 4 ഉന്നക്കായ, നമ്മൾ എണ്ണം കൂടുകയാണ്, അതെ, വോളിയം കൂടുകയാണ് ബിഞ്ച് ഇതിൻ്റെ. ഈറ്റിംഗ്. യാ. അപ്പൊ എവിടെയാണ് ഇതിൽ സാക്രിഫൈസ്? അതുകൊണ്ടൊക്കെ തന്നെയാണ് എനിക്ക് ഈ ആചാരങ്ങൾ did not make any sense to me. അപ്പൊ അത് ഹിപ്പോക്രസി നമുക്ക് വേഗം മനസ്സിലാവാൻ പറ്റും ഈ നോമ്പ് കാലത്തുള്ള. പിന്നെ അതുപോലെ തന്നെയാണ് വേറൊരു കാര്യം, ഈ നോമ്പിന്റെ സമയത്ത് വേറൊരു തള്ളാണ്. അതായത് ഇത് ഫുഡിനെ പറ്റിയാന്ന് നിങ്ങളോട് ആര് പറഞ്ഞു? ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആബ്സ്റ്റിനൻസ് ആണ്, എല്ലാം നമ്മൾ വർജിച്ചിട്ട് നമ്മളെ തന്നെ പ്യൂരിഫൈ ചെയ്യാണ് അങ്ങനെ. അപ്പം ഈ ആബ്സ്റ്റിനൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മതത്തില് വർജനല്ലേ? ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മതത്തില് എല്ലാ സ്ഥലത്തും ഉള്ളതാണ്. ഒന്നും നമുക്ക് എൻജോയ്മെന്റ് തരുന്നത് ഒന്നും നമുക്ക് ചെയ്യാൻ പാടില്ല. മ്യൂസിക് പാടില്ല, ആർട്ട് പാടില്ല, മൂവി പാടില്ല. എന്നിട്ട് ലാസ്റ്റ് ഇതൊക്കെ കിട്ടുകയും ചെയ്യും.
എന്നിട്ട് ബിഞ്ച് ആബ്സ്റ്റിനൻസ് എന്നിട്ട് ബിഞ്ച് റിവാർഡ്സ്, അതിന്റെ ഒരു മൈക്രോ കോസമാണ് ഈ നോമ്പ് എന്ന് പറഞ്ഞാല്. ഇപ്പൊ നമ്മൾ ഡ്യൂറിങ് ദ ഡേ നമ്മൾ മൂവി കാണില്ല, വീഡിയോ ഗെയിം കളിക്കില്ല, അങ്ങനെ. എന്നിട്ട് ഈ 30 ദിവസം കഴിഞ്ഞാൽ എല്ലാം ചെയ്യാം. അതെ അപ്പൊ അപ്പൊ എനിക്ക് ചോദിക്കാനുള്ളത്, മറ്റേ ഫൈസി, നീ ഒന്ന് തിരിച്ച് ചിന്തിച്ച് നോക്കിക്കേന്നാ എനിക്ക് ചോദിക്കാനുള്ളത്. അതായത് ഇവര് പറയുന്നത് ശരിക്കും നമ്മളെ ലൈഫ് ഇമ്പ്രൂവ് ചെയ്യാനുള്ളതല്ല. ഇവര് പറയുന്ന കുറച്ചു കാലം നീ ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് ലാസ്റ്റ് നിനക്ക് എല്ലാം കിട്ടും. നോമ്പാണെങ്കിൽ നീ 30 ദിവസം കഴിഞ്ഞിട്ട്, ഇപ്പൊ ഒരു എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ, ഇപ്പൊ ഒരു വീഡിയോ ഗെയിം അഡിക്ഷൻ ഉള്ള ഒരു കുട്ടിയാന്ന് വിചാരിക്കാം. ഇപ്പൊ ഈ 30 ദിവസം വീഡിയോ ഗെയിം കളിച്ചില്ല, അപ്പൊ 31ാമത്തെ ദിവസം അവൻ ഭയങ്കരമായിട്ട് വീഡിയോ ഗെയിം കളിക്കൂലേ? അപ്പൊ എവിടെയാണ് നമ്മൾ പെർമനന്റ് ചേഞ്ചസ് വരുത്തുന്നത്? അപ്പൊ അല്ല അങ്ങനെയുള്ള എന്താണ് അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് 11 മാസം ബോംബ് 1 മാസം നോമ്പ്, അങ്ങനെയാണ് നമ്മൾ പറയാ. ആ അപ്പം ഈ ഒരു പെർമനന്റ് ചേഞ്ച് ഒന്നും നമുക്ക് ലൈഫിൽ വരുത്താനൊന്നും പറ്റില്ല. അപ്പം ഈ ഒരു ഭക്തി സാന്ദ്രത അങ്ങനെയൊക്കെ പറയണവരോട് എന്ത് ബിടലാണ് ബാബുട്ടാന്ന് എനിക്ക് ചോദിക്കാനുള്ളൂ. എന്തായാലും പിന്നെ വലിയ നമുക്ക് റിയലി തമാശക്കാരിയാണ്. തമാശക്കൊന്നും ഒരു വ്യത്യാസമില്ല. വ്യത്യാസമില്ല. ഓക്കെ, അതെ. കുറച്ച് ചളി മോഡിലേക്ക് പോവാൻ ചാൻസ് ഉണ്ട്. അല്ലാതെ ആ, നല്ലതാ, നമ്മൾ വെറുതെ ഇങ്ങനെ താത്വികമായി അവലോകനം ചെയ്ത് നാട്ടുകാരെ ബോറടിപ്പിക്കുന്നതിൽ കാര്യമില്ലല്ലോ. അതില്ല. അപ്പൊ ലാസ്റ്റ് ആയിട്ട് എനിക്ക് പറയാനുള്ളത്, നമുക്ക് ലൈഫില് ഇപ്പൊ എല്ലാവർക്കും നമ്മൾ പല സ്റ്റേജസിലൂടെ കടന്നു പോകും. അപ്പൊ നമുക്ക് ഇൻട്രോസ്പെക്ട് ചെയ്യാം, നമുക്ക് ലൈഫിൽ ഓക്കെ ഈ കാര്യങ്ങളിൽ നമുക്ക് ഇമ്പ്രൂവ്മെന്റ് വരുത്താം. മീൻസ് അത് നമുക്ക് അത് ചെയ്യണമെങ്കിൽ നമുക്ക് റിലീജിയന്റെ ആവശ്യമില്ല. യെസ്, ഇൻഫാക്ട് കറക്റ്റ്. റിലീജിയൻ ഇല്ലെങ്കിൽ നമുക്കത് കൂടുതൽ നന്നായിട്ട് ചെയ്യാൻ പറ്റുക. കാരണം യു ആർ സോൾലി റെസ്പോൺസിബിൾ ദർ. അതെ. You are accountable and you realize you are fucking up, so you gotta change, right? അപ്പം നമ്മളത് ഏറ്റെടുത്ത് നമ്മളത് ചെയ്യും. പിന്നെ നമ്മളൊരു സപ്പോർട്ട് ഗ്രൂപ്പ് ഒക്കെ വെക്കുക, ഫ്രണ്ട്സ്, നമ്മളെ സഹായിക്കാൻ പറ്റുന്ന, അങ്ങനെ നമുക്ക് പെർമനന്റ് ചേഞ്ചസ് വരുത്താൻ പറ്റുള്ളൂ. പിന്നെ 30 ഡേയ്സിലൊന്നും നമുക്ക് ഒരു ചേഞ്ചും വരുത്താൻ പറ്റില്ല. ഒരു വെയിറ്റ് ലോസ് ആണെന്ന് വിചാരിക്കുക, ഒരു വെയിറ്റ് ലോസ് ജേർണി ആണെങ്കിലും എത്ര കാലം എടുക്കും? കുറേ വർഷങ്ങൾ എടുക്കും. പക്ഷെ നമ്മളത് റീസെർച്ച് ചെയ്യുക, എന്താണ് ചെയ്യേണ്ടത്, നമ്മൾ കാലറി ഡെഫിസിറ്റ് ചെയ്യേണ്ടി വരും, നമ്മൾ സ്ട്രെങ്ത് ട്രെയിനിങ് ചെയ്യേണ്ടി വരും, നമ്മളൊരു പ്ലാൻ ഉണ്ടാക്കുക, നമ്മളൊരു ട്രെയിനറിനെ കണ്ടുപിടിക്കുക, നമ്മളൊരു സപ്പോർട്ട് സിസ്റ്റം വെക്കുക, എന്നിട്ട് നമ്മൾ ലാസ്റ്റിംഗ് എക്സിക്യൂട്ട് ചെയ്യാം. ചേഞ്ചസ് എക്സിക്യൂട്ട് ചെയ്യുക, റൈറ്റ്? അങ്ങനെയുള്ളൂ നമുക്ക് ഒരു നമ്മളെ തന്നെ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ നമ്മൾ ഇമ്പ്രൂവ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആ ഒരു സെൻസ് ഓഫ് അക്കോംപ്ലിഷ്മെന്റ് ഉണ്ടല്ലോ, അത് ഭയങ്കര ഹൈ ആണ്. കാരണം യു റൈറ്റ്. യു സെറ്റ് ഔട്ട് ടു ഡു സംതിങ് ആൻഡ് യു ഡിഡ് ഇറ്റ്, റൈറ്റ്? അല്ലാതെ നമ്മൾ യെസ്, അതെ. നമ്മള് ഹെൽ ഫയർ, നരകത്തിൽ പോവും, നരകത്തിൽ വിറക് കൊള്ളിയാവും, അതുകൊണ്ട് നമ്മൾ യു മേഡ് സം ചേഞ്ചസ് ടു യുവർ ലൈഫ്. എന്നുവെച്ചാൽ ഇവിടെ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇവിടെ ഇപ്പോൾ നിങ്ങൾ കുടിക്കാതിരുന്നാൽ നിങ്ങൾക്ക് അവിടെ പോയിട്ട് കുടിക്കാം എന്ന് പറയും. അപ്പോൾ ദാറ്റ്സ് എ റോങ് ഒരു 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 എന്താ പറയുക, ഒരു അഡ്വൈസ് ആയിട്ടേ ഞാൻ അതിനെ പറയുള്ളൂ അതെ, എല്ലാ കാര്യത്തിലും. മാത്രമല്ല ഈ പോസ്റ്റ്പോൺ ചെയ്യാനുള്ള സാധ്യതയും കൂടുതലല്ലേ. ഇപ്പം എനിക്കിപ്പോൾ നാളെ ഒരു കാര്യം ചെയ്യണമെന്ന് വിചാരിച്ച് നമുക്ക് വേണമെങ്കിൽ നാളെ തന്നെ മാറ്റാം. അതേസമയം ഒരു വിശ്വാസി അവൻ വിചാരിക്കാം അടുത്ത റമദാനാവട്ടെ എന്ന് പറയും. ഈ റമദാനോ പോയി, ഇനി അടുത്ത റമദാനോ. അപ്പോൾ 11 മാസം വീണ്ടും കുതിര കൊള്ളാനുള്ള വഴിയാണ് തുറന്നിടുന്നത്. അതെ. അതിന്റെ ആവശ്യമില്ല. നമുക്ക് ചേഞ്ചസ് വരുത്തണമെങ്കിൽ നമുക്ക് തന്നെ ചെയ്യാം. അങ്ങനെയൊക്കെയാണ് നമ്മളൊക്കെ ജീവിക്കണല്ലേ. ഇപ്പൊ ആരിഫ് ആണെങ്കിലും നമ്മളെ പോലുള്ളവരാണെങ്കിലും. സോ അപ്പൊ നമുക്കൊരു മോറൽസും ഇല്ല, നമ്മൾ തോന്നിയ പോലെ ജീവിക്കുന്നു. ഇപ്പൊ എപ്പോഴും അവര് പറയുന്ന ഒരു എക്സാമ്പിൾ ആണല്ലോ ഈ വ്യഭിചാരം. അപ്പൊ നമ്മളിപ്പോ ഒരു റിലേഷൻഷിപ്പിലാണെന്ന് വിചാരിക്കാം, നമ്മൾക്ക് പാർട്ട്ണർ നമ്മൾ ചീറ്റ് ചെയ്യാണെന്ന് വിചാരിക്കാം. പക്ഷെ മതം എന്താ പറയുന്നത്? നമ്മൾ തൗബ ചെയ്താൽ നമ്മളെല്ലാം പൊറുക്കപ്പെടും, അങ്ങനെയല്ലേ? ഷിർക്കല്ലാതെ അതെ കറക്റ്റ് അതെ ചെയ്യണേ. അതെ. അതെ അപ്പൊ അതെ. നമ്മൾ ചീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മള് തൗബ ആരോടാണ് തൗബ ചെയ്യുന്ന? പാർട്ട്ണറോടാണോ അല്ലെങ്കിൽ പഠിച്ചവനോടാണോ? അതൊരു ഫസ്റ്റ് ക്വസ്റ്റ്യൻ. പക്ഷെ ആരോടാണെങ്കിലും നമ്മൾ സോറി പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ ശരിയാവോ? അല്ല, അങ്ങനെയല്ലല്ലോ. ഇനി ഒരു കാര്യമുണ്ട്. ഈ നിയമപ്രകാരം ഇത് സ്വതന്ത്ര സ്ത്രീയോട് അടുത്ത് മാത്രമേ ഈ പ്രശ്നമുള്ളൂ. അടിമ സ്ത്രീയെ നിങ്ങൾക്ക് വ്യഭിചരിക്കാം. അതും ഉണ്ടല്ലേ. നോട്ട് ദ പോയിന്റ്. അതിന് ആ തൗബ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. നിങ്ങൾ ഓക്കെ, വെരി കാശ് ഗുഡ്. കൊടുത്ത് വാങ്ങുമോ അല്ലെങ്കിൽ വേറെ ആളുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ചിട്ടോ പങ്കിട്ടോ നിങ്ങൾക്ക് ഷെയർ ഇട്ടിട്ടോ വേണമെങ്കിൽ പോലും വ്യഭിചരിക്കാം. നോ അത് ഇഷ്യൂസ്. മികച്ച അടിമ ഒരു ഇത് സ്ത്രീയാണെങ്കിൽ. തന്നെ. അതെ. വ്യഭിചാരം എന്ന് പറയുന്നത് ആ അഡൾട്ടറി എന്നുള്ളൊരു കൺസെപ്റ്റ് അവിടെ വരുന്നത് വിവാഹ ബന്ധത്തിലുള്ള മറ്റൊരു സ്ത്രീ അല്ലെങ്കിൽ വിവാഹത്തിലിരിക്കെ മറ്റൊരു സ്ത്രീ, സ്വതന്ത്ര സ്ത്രീയും സ്വതന്ത്ര പുരുഷനും തമ്മിലുള്ള വ്യത്യാസങ്ങളാണ് ഇതൊക്കെ. അടിമ ആ മേഖലയിൽ ഇത് ഒരു വിഷയമേ അല്ല. അതെ. അപ്പൊ നമ്മൾ റാഷണൽ ആയിട്ട് ചിന്തിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം
നമ്മൾ അങ്ങനെയുള്ളൊരു സ്റ്റെപ്സ് ഒക്കെ എടുക്കുമ്പോൾ യു മേക്ക് ഇറിപ്പയറബിൾ ഡാമേജസ് ടു യുവർ റിലേഷൻഷിപ്പ് ആൻഡ് യു ഹേർട്ട് പീപ്പിൾ. സോ യു ഡോണ്ട് വാണ്ട് ഡു ദാറ്റ്, റൈറ്റ്? അതുകൊണ്ട് നമ്മൾ ചെയ്യുന്നില്ല. അത് എല്ലാ കേസിലും അങ്ങനെ തന്നെയാണ്. നമ്മൾ വാട്ട് എവർ ആക്ഷൻസ് യു ഡു, യു ഹാവ് കോൺസിക്വൻസസ് ഹിയർ ആൻഡ് യു ഡോണ്ട് വാണ്ട് ഗോ ത്രൂ ദാറ്റ് പെയിൻ. സോ യു മേക്ക് ദ റൈറ്റ് ചോയ്സസ്. ഓക്കെ, നമ്മളൊക്കെ മിസ്റ്റേക്സ് വരുത്തും, അത് നമ്മൾ കറക്റ്റ് ചെയ്ത് മുന്നോട്ട് പോവുക. ആൻഡ് യു ആർ റെസ്പോൺസിബിൾ ഫോർ യുവർ ഓൺ ലൈഫ്. അത് ഭയങ്കര ഫ്രീഡമാണ്, ഭയങ്കര റെസ്പോൺസിബിലിറ്റിയും ആണ്. പക്ഷെ നമ്മൾ കറക്റ്റായിട്ട് ചെയ്ത് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ഇറ്റ്സ് എ ഹ്യൂജ് സെൻസ് ഓഫ് അക്കംപ്ലിഷ്മെന്റ്. അത് അങ്ങനെ ജീവിച്ചിട്ടുള്ളവർക്കേ അത് മനസ്സിലാവുള്ളൂ. അതാണ് പ്രശ്നം. അത്രേ എനിക്ക് പറയാനുള്ളൂ. ഒരു ഫൈനലി ഒരു കാര്യം, ഇങ്ങനെ പറയുമ്പോൾ ആളുകൾ ചോദിക്കും, എന്നാലും ഒരു സ്വന്തമായിട്ട് മാറ്റിയടിക്കുന്ന ആളുകളുണ്ടല്ലോ ഈ ദൈവവിശ്വാസം. മറ്റ് എന്താണ് മറ്റേ ഈ മെയിൻ സ്ട്രീം സാധനങ്ങളൊക്കെ വിട്ടിട്ട് ജനറിക് എന്നൊക്കെ പറയുന്നവരെ, അല്ലെങ്കിൽ സ്വന്തമായിട്ട് വീട്ടിൽ മാറ്റിയടിക്കുന്ന ആളുകൾ, അവർ പറയുന്നൊരു റീസൺ ഉണ്ട്. അവർക്കൊരു കോൺഫിഡൻസ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഇത് ഉണ്ടെങ്കിലേ ശരിയാവുള്ളൂ എന്ന് പറയുന്ന ആളുകളാണ്. അത് ആലോചിച്ചിട്ടുണ്ടോ അങ്ങനെ? അതിന് RC വർണ എപ്പോഴും പറയുന്ന ഒരു എക്സാമ്പിൾ ഉണ്ട്. നമ്മളൊരു കള്ളനോട്ടുമായിട്ട് നടക്കുക, $100 അല്ലെ $100, എന്നിട്ട് നമ്മൾ ശരിക്കും അത് എവിടെയെങ്കിലും ചെലവാക്കാൻ നോക്കുമ്പോൾ അത് എടുക്കൂല. അതന്നെയാണ് അതിന്റെ ആൻസർ. നമ്മളിങ്ങനെ ഒരു ഫേക്ക് എന്തോ ഒരു കോൺഫിഡൻസിൽ നടക്കും, കയ്യിൽ കാശുണ്ടെന്നുള്ളൊരു ധൈര്യം. അതെ. അപ്പൊ നമ്മൾ ജോലിയിലാണെങ്കിലും നമ്മൾ അപ്സ്കിൽ ചെയ്യുന്നില്ല, വെറുതെ. ആക്ച്വലി റിലീജിയസ് പീപ്പിൾ അവർ ഡേ ടു ഡേയില് ഇത് അപ്ലിക്കബിൾ അല്ല അവർക്ക്. അപ്പൊ അവർക്കൊരു പരീക്ഷ എഴുതണമെങ്കിൽ അവർ ഇപ്പൊ പഠിക്കാതെ പോയിട്ട് ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട് അങ്ങനെയല്ലല്ലോ അവര് പറയുന്നത്. അപ്പൊ അത് ദാറ്റ്സ് എ ഫേക്ക് സെൻസ് ഓഫ് കോൺഫിഡൻസ് ആൻഡ് ഇറ്റ്സ് യൂസ്ലെസ്. പക്ഷെ എന്നാലും ഞാൻ പറയട്ടെ, ഇപ്പൊ നമുക്ക് അങ്ങനെ ആർക്കെങ്കിലും ഒരു സമാധാനം കിട്ടുന്നുണ്ടെങ്കിൽ ആയിക്കോട്ടെ, അത്രേ ഞാൻ പറയുള്ളൂ. അതില് വേറെ അവര് ഹാം ഒന്നും ചെയ്യുന്നില്ലല്ലോ. നമ്മുടെ പ്രശ്നം ഞാൻ തുടക്കത്തിൽ പറഞ്ഞതിലേക്ക് നമുക്ക് കണക്ട് ചെയ്യാവുന്നതാണ്. യു ഡു യു, ബട്ട് യു ലെറ്റ് അതർ പീപ്പിൾ ഡു വാട്ട് എവർ ദേ വാണ്ട് ടു ഡു, റൈറ്റ്? ആസ് ലോങ് ആസ് യു ആർ. അതുകൊണ്ടാണ് ഈ മതം ഏറ്റവും കൂടുതൽ ക്രിട്ടിസൈസ് ചെയ്യപ്പെടുന്നത്. ഫ്രീഡം ഇല്ല ബാക്കിയുള്ളവർക്ക്, റൈറ്റ്? യു ഹാവ് യുവേഴ്സ് ഇസ് ദ ബെസ്റ്റ് റിലീജിയൻ, ഗ്രേറ്റ്, ബട്ട് ഡോണ്ട് മേക്ക് എവറിബഡി തിങ്ക് ദാറ്റ്, റൈറ്റ്? അത്രേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ പറയാൻ ഉദ്ദേശിച്ചതെല്ലാം പറഞ്ഞു എന്ന് വിചാരിക്കുന്നു, തോന്നുന്നു. പക്ഷെ സമയം പറഞ്ഞെല്ലാം പറഞ്ഞു. ഒരു കാര്യം കൂടി ഞാൻ വെക്കുന്നതിന് മുന്നേ, ഈ വീഡിയോ ഇറങ്ങുമ്പോൾ ഇതിന് കൊടുക്കേണ്ട ടൈറ്റിൽ എന്താണ്? താത്ത എന്തായാലും അവസാനം ഉണ്ടാവും, അതിന് മുന്നേ എന്ത് കൊടുക്കണം? അതെനിക്കിപ്പോൾ വരുന്നില്ല, ആലോചിച്ചിട്ട് പറയാം. ആയിക്കോട്ടെ, അപ്പോൾ അതും കൂടി ഒന്ന് എനിക്ക് അയച്ചു തരാം. ആ പേരായിരിക്കും നമ്മൾ ഇടുക. ഓക്കെ. അപ്പോൾ എന്തായാലും വളരെ ചോദിച്ചോക്കട്ടെ. ഓക്കെ, അപ്പോൾ എന്തായാലും വളരെ സന്തോഷം കേട്ടോ. ഞാൻ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഒരു ഇതിൽ കാണുന്നൊരു കാര്യം എന്ന് പറയുന്നത്, ആളുകൾ ചോദിക്കാറുണ്ട്, നീ ഇത്രയും നാൾ ഇതൊക്കെ പറഞ്ഞിട്ട് ഒരാളെയെങ്കിലും കൊണ്ടുവരാൻ പറ്റും, ഇങ്ങനെ ചോദിക്കുന്നവരുണ്ട്. അതുകൂടാതെ നിൻ്റെ ഫാമിലിയിൽ ഇത് വർക്കൗട്ട് ചെയ്തോ എന്ന് ചോദിക്കുന്നവരുണ്ട്. ഞാൻ അവരോടൊക്കെ പറയാറുണ്ട്, ഇതിനൊന്നും ഉത്തരം പറയേണ്ട കാര്യമില്ല. കാരണം മുഹമ്മദ് നബിയുടെ സ്വന്തം വീട്ടിലുള്ള ആളുകളെ തിരിക്കാൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ പിന്നെ നമ്മൾ ഇൻഡിവിജ്വലി ഫോക്കസ് ചെയ്തിട്ടല്ല ഇത് സമൂഹത്തിൽ പറയാം. എന്നിട്ട് പോലും നമുക്ക് നമ്മളെ ക്ലോസ് ഫ്രണ്ട് സർക്കിളിൽ, ക്ലോസ് ഫാമിലി സർക്കിളിൽ ഈ മാറ്റം വരുന്നത് നമുക്ക് കാണാൻ സാധിക്കുകയാണ്. എൻ്റെയൊക്കെ കുടുംബത്തിൽ അമ്മയുടെ മക്കൾ, ചെറിയ പിള്ളേർ, അവർ വരെ നമുക്ക് പേഴ്സണലി മെസ്സേജ് അയക്കുന്നുണ്ട്, ഹുസൈനക്ക ഞങ്ങളൊക്കെ ഇപ്പോൾ ഈ വഴിക്കാണ് കേട്ടോ എന്ന് പറയുന്ന ആളുകളുണ്ട്. അപ്പോൾ ഞാനപ്പോൾ ആലോചിക്കുന്നത്, ഇങ്ങനെ കാണുമ്പോൾ ഇതൊരു സന്തോഷമാണ്. നമ്മൾ പറയുന്നത് മുറ്റത്തെ മുല്ലയ്ക്ക് മണമില്ല എന്ന് പറയുന്നതിൽ നിന്നും വ്യത്യാസം നമുക്കിവിടെ കാണാൻ കഴിയാണ്. മുറ്റത്തെ മുല്ലയ്ക്ക് മണമുണ്ട് എന്ന് തെളിയിക്കുന്ന ആളുകളായിട്ട് നിങ്ങൾ മാറുമ്പോൾ അത് നമുക്കൊരു സ്പെഷ്യൽ അക്കംപ്ലിഷ്മെൻ്റ് ആണ്. സോ അതിന്റെ കൂടെ ഞാൻ ലാസ്റ്റ് ഒരു കാര്യം കൂടി പറയാം. ഇങ്ങനെ കൺഫ്യൂസ്ഡ് ആയിട്ട് ഇത് എന്നെ പോലെ തന്നെ ഗിൽറ്റി ആയിട്ട് നടക്കുന്ന ചെറിയ കുട്ടികളൊക്കെ ഉണ്ട്, ടീനേജേഴ്സ് ഒക്കെ ഉണ്ടെങ്കിൽ, ഇപ്പം നമുക്ക് ഇത്ര വൈബ്രന്റ് ആയിട്ടുള്ള ഒരു എക്സ് മുസ്ലിം കമ്മ്യൂണിറ്റി ഉണ്ട്. അപ്പം ആരിഫ് ആണെങ്കിലും ലിയാഖത്ത്, ജബ്ബാർ, ഇവരുടെയൊക്കെ വീഡിയോസ് കാണാൻ യു റീച്ച് ഔട്ട്, റൈറ്റ്? പണ്ടത്തെ പോലെയല്ല. പിന്നെ അതുപോലെ ഇതിന്റെ പുറത്തേക്കാണെങ്കിൽ റെഡിറ്റ് ഈസ് എ ഗ്രേറ്റ് സോഴ്സ്. അതിൽ എക്സ് മുസ്ലിം സബ് റെഡിറ്റ് ഉണ്ട്, ഭയങ്കര സപ്പോർട്ടാണ് അതിൽ. അവര് ഇതേപോലെ സ്ട്രഗിൾ ചെയ്യുന്ന ആൾക്കാർക്ക് ഭയങ്കര സപ്പോർട്ടാണ്. അപ്പൊ അതൊക്കെ യൂസ് ചെയ്യുക. പിന്നെ നിങ്ങൾ ഈ നോമ്പെടുക്കുന്ന സമയത്ത് TV കാണുന്നതൊക്കെ കുറവായിരിക്കുമല്ലോ. അപ്പൊ ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ വായിക്കുക, റിസർച്ച് ചെയ്യുക. അപ്പം ഇതിന് ഉത്തരം നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി കിട്ടും. അങ്ങനെ ആവട്ടെ നിങ്ങളുടെ നോമ്പ് എന്ന് ഞാൻ ആശംസിക്കുകയാണ്. യെസ്, കള്ളനോമ്പിൻ്റെ കൂടെ ഇതും കൂടി കാണാം. ആരെങ്കിലും വിളിക്കുമ്പോൾ ഖുറാൻ കേൾക്കണമെന്ന് പറഞ്ഞാൽ മതി. അപ്പോൾ എനിവേ താങ്ക് യു പിങ്ക് യൂണിക്കോൺ. നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, bye. Yes. दिन का वो अखबार दिन
ka hayya ala free thinking. Hey hayya ala free thinking. Hey hayya ala free thinking. Hayya ala free thinking. Din ka hu akbar, din ka hu akbar, la ilaha illa din ka. Allahu Akbar. നമ്മളെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. മറ്റു രീതിയിൽ സപ്പോർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലുണ്ട്. നിങ്ങളുടെ ഓരോ ലൈക്കും ഷെയറും അതുപോലെ കമൻ്റ് ഇടുന്നതും ഇതിൽ ഈ വീഡിയോ അതിൻ്റെ താഴെ വരുന്ന കമൻറ്റുകൾക്ക് നിങ്ങൾ പ്രതികരിക്കുന്നതെല്ലാം തന്നെ വീഡിയോയുടെ റീച്ച് കൂടുന്നതിന് വലിയ തോതിൽ ഉപകാരപ്പെടുന്ന സംഗതിയാണ്. അപ്പോൾ അതുകൊണ്ട് അതിൽ നിങ്ങൾ ഏർപ്പെടണം എന്നും കൂടി ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. മറ്റുള്ള രീതിയിലുള്ള സപ്പോർട്ട് തുടർന്നും നിങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു.